وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ ആയത്താണ് ഓതി വെച്ചത്. 418 പേജ്. ومن هو الآية الكبرى لمعتبري ومن هو النعمة العظمى لمغتنمي مولاي صل وسلم دائما أبدا على حبيبك خير رقي كلهم واعلموا أمة سيدنا ومولانا محمد പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ സാധാരണ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ പഠനവേദി അതിന്റെ തർത്തീബ് തെറ്റിച്ചുകൊണ്ട് ഇന്ന് ഒരു പ്രത്യേക വിഷയം നാം ചർച്ചക്കെടുത്തത് എല്ലാവർക്കും അറിയാം. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്നാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അവസരോചിതമുള്ള അറിവാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
ഈ ഒരു വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നമ്മുടെ വർത്തമാനകാലത്ത് ഏറെ വിവാദം സൃഷ്ടിച്ച, അല്ലെങ്കിൽ മുസ്ലിം മനസ്സുകളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവത്തെ തുടർന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം തീരുമാനിച്ചു. തിരുനബിയുടെ വിവാഹങ്ങൾ വസ്തുതയെന്ത്? ഈ ചർച്ചയുടെ പ്രാധാന്യം എല്ലാവരും ഉൾക്കൊണ്ടതാണ്. അതുകൊണ്ട് പരന്നു കിടക്കുന്ന ഈ ചർച്ചയ്ക്ക് തന്നെ സമയമെടുക്കാമെന്ന് കരുതി കൂടുതൽ സമയം നമുക്ക് നീട്ടിക്കൊണ്ടുപോകാനും പറ്റില്ല. 8:30 ക്ലാസ് അവസാനിപ്പിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്ക് തോന്നിയത് 11 ബീവിമാരെ കുറിച്ച് ഇവിടെ പരാമർശിക്കണം. അതിലൊരു ഖദീജ ബീവിയെ പറയുകയാണെങ്കിൽ തന്നെ ഇന്ന് മുഴുവൻ പറഞ്ഞാലും എവിടെ എത്തൂല. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കല്യാണ പശ്ചാത്തലങ്ങൾ ഒന്ന് പറയാന്നുള്ളതാണ് തീരുമാനം. അത് തന്നെ 11 പറയണമെങ്കിൽ ഇന്ന് ഒരു പക്ഷേ തികയാതെ വരും. അങ്ങനെ വന്നെങ്കിൽ അതിൽ വിഷമമൊന്നുമില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരാഴ്ചയും കൂടെ ഇത് പറഞ്ഞു എങ്കിൽ അതൊരു വിഷയമല്ല എന്ന്. അപ്പൊ അതുകൊണ്ട് സമയം ഒട്ടും നീട്ടാതെ വേഗം വിഷയത്തിലേക്ക് കടക്കാം. ആര് എന്ത് കുറ്റപ്പെടുത്തിയാലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ മതിപ്പ് കുറവ് പോലും ഹബീബിനോട് വരൂല. സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടെന്താണ്? ഇത് കൃത്യമായി മനസ്സിലാക്കണം. നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ള കുറെ മറുപടികളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയും. പക്ഷെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് എന്താണ്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഇത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നിഷ്ടപ്രകാരം ഉരിയാടുകയില്ല. അള്ളാഹുവിൽ നിന്ന് വ്യക്തമായ മെസ്സേജ് ലഭിക്കാതെ, സന്ദേശം ലഭിക്കാതെ, അള്ളാഹുവിൽ നിന്ന് വ്യക്തമായ ബോധനം ലഭിക്കാതെ മുത്തുനബി സ്വന്തം വകയായിട്ട് ഒരു വിഷയവും സംസാരിക്കൂല എന്ന് നമുക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് അള്ളാഹുവിന്റെ വഹ്യ് മുഖേനയാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങളുടെ കല്യാണങ്ങളെ കുറിച്ച് ഒരു സംശയവും മുഅ്മിനീങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. പക്ഷേ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിന് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ആണ് സത്യത്തിൽ ഇത്തരം ഒരു ഏർപ്പാട്, നീചമായ ഒരു പ്രവൃത്തി ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാണ്. ഏതായാലും അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ശൈഖുനയുടെ അടുത്ത് വന്ന് എല്ലാ നിലക്കും ഇപ്പൊ 2 ദിവസം മുമ്പ് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അവർക്ക് വേണ്ടത് വന്ന ക്ഷീണം ഒന്ന് നികത്താൻ ഉസ്താദിൽ നിന്ന് തിരിച്ച് ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ, ഇതാണ് ഇവർക്ക് ആവശ്യം. ഉസ്താദ് പറഞ്ഞു നിങ്ങളുടെ നയം എങ്ങനെയുണ്ട്, അത് മാറ്റുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, മാറ്റുകയാണെങ്കിൽ തിരുത്തി പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കളിച്ചവരാരും വിജയിക്കൂല. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. നബിയെ തങ്ങളുടെ വിരോധി തുലയും. അത് മുഅ്മിനീങ്ങളാവണമെന്നില്ല. ആര് പറയും? ഇന്ന് നല്ല അന്നും ഇന്നും എന്നും ആ ആയത്ത് പ്രസക്തമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കളിച്ചവർ ആരും തന്നെ വിജയിച്ചിട്ടില്ല. അതാണ് സത്യം. ഏതാവട്ടെ, മൂമിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂമിനീങ്ങൾക്ക് അവരുടെ സ്വന്തം ജീവനേക്കാൾ വിലപ്പെട്ടത് അവരുടെ ഹബീബാണ്. സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ ആയത്ത് ബറക്കത്തിന് വേണ്ടി ഓതി വെച്ചത്, അത് മുഴുവൻ പറയുന്നില്ല. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് അവരുടെ ജീവനേക്കാൾ ബന്ധപ്പെട്ട വ്യക്തിയാണ്.
കണ്ടോ നിങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് അതാണ്. വേറെ ഒന്ന് പറഞ്ഞാലും വിഷമിക്കൂല, എന്തു പറഞ്ഞാലും വേദനിക്കൂല. മൂമിനീങ്ങൾ വേദനിക്കുക അവരുടെ ഹബീബിനെ പറയുമ്പോഴാണ്. ഹബീബിനെ പറയുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. സ്വന്തത്തെ കുറിച്ച് എന്തും പറയട്ടെ, പക്ഷേ ഹബീബിനെ പറയുന്നത് താങ്ങാൻ മുസ്ലിമീങ്ങളുടെ ഖൽബിനാണ്. സ്വന്തം ശരീരത്തെക്കാൾ ജീവനേക്കാൾ അവർക്ക് ബന്ധപ്പെട്ടത് വേണ്ടപ്പെട്ടത് മുത്തുനബിയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തെളിയിച്ചവരാണ് കഴിഞ്ഞകാല സ്വഹാബത്ത്. സ്വന്തം ജീവൻ അങ്ങോട്ട് നൽകിയിട്ട് മുത്തുനബിയെ സംരക്ഷിച്ചു അല്ലെ. മുത്തുനബിക്ക് നേരെ വരുന്ന അമ്പ് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഹബീബിന്റെ ഭാഗത്തേക്ക് അങ്ങ് നിന്ന് അത് നെഞ്ചത്തേക്ക് അങ്ങോട്ട് ഏറ്റുവാങ്ങിയ സ്വഹാബത്താണ് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. വഅസ്വാജുഹു ഉമ്മഹാതുഹും. മുത്തുനബി മാത്രമല്ല, മുത്തുനബിയുമായി കെട്ടുബന്ധമുള്ള അവിടുത്തെ പ്രിയപ്പെട്ട ബീവിമാർ, സയ്യിദുനാ റസൂലുള്ളാഹി കല്യാണം കഴിച്ച നിക്കാഹ് ചെയ്ത ബീവിമാർ, വഅസ്വാജുഹു ഉമ്മഹാതുഹും, അത് മുസ്ലിമീങ്ങളുടെ ബഹുമാനപ്പെട്ട അവരുടെ വന്യരായ മാതാക്കളാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബീവിമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. നിങ്ങൾക്ക് ജീവനേക്കാൾ വിലപ്പെട്ടതാണ്. നബി തങ്ങളുടെ ബീവിമാർ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉമ്മമാരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്രയും അധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഹബീബിന്റെ ബീവിമാരെ പറ്റി മുസ്ലിമീങ്ങളുടെ കാഴ്ചപ്പാട് അവരവരുടെ മാതാക്കളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഉമ്മാനെ ചീത്ത പറയുന്നത്, ഉമ്മാനെ കുറ്റപ്പെടുത്തുന്നത് ഒരാളും സഹിക്കില്ല. ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന അവരെ കുറിച്ച് നമ്മൾ ഒരു ചെറിയ പഠനമാണ് ഇന്ന് നടത്തുന്നത്. വേഗം വിഷയത്തിലേക്ക് കയറാം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കൃത്യമായി ഈ വിഷയത്തിലൊക്കെ എഴുതിയ കിതാബുകൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയും അധികം രചനകൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് സമയം കളയാതെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് പറയാനുള്ളതൊക്കെ ഞാൻ പറയാം. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇവിടെ ഈ പത്രവും അതുപോലെ തന്നെ മറ്റുള്ളവർ പണ്ടേ, ഇത് ഇപ്പോഴായിട്ടല്ല കുറച്ചു മുമ്പേ പറയുന്ന ഒരു ആരോപണമാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഹബീബിന്റെ സമകാലികർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. എന്തൊക്കെ ആരോപണം ഹബീബിന്റെ സമകാലികർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും തിരുനബിയെ കുറിച്ച് ഹബീബിന്റെ സമകാലികർ സ്ത്രീലംബടനാണ് എന്ന ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. മഷിയിട്ട് തെരഞ്ഞാൽ കാണൂല, സ്ത്രീലംബടനാണ് എന്ന ഒരു ആരോപണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവർ ഉന്നയിച്ചിട്ടില്ല. കാരണം അത് തെളിയിക്കാൻ പറ്റിയ ഒന്നും അവരുടെ മുമ്പിലില്ല. കാരണം ഹബീബിന്റെ ഒന്നാമത്തെ കല്യാണം അവിടുന്ന് ഇങ്ങനെ തുടങ്ങുകയാണ്. ഹബീബിന്റെ ഫസ്റ്റ് നിക്കാഹ്, ആദ്യത്തെ കല്യാണം ഹബീബിന് 25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നാമത്തെ വിവാഹം നടന്നിട്ടുള്ളത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്തത് ആരെയാണ്? ബീവി ഖദീജുമ്മ റളിയല്ലാഹു അൻഹാ. തീർച്ചയായിട്ടും ഈ സദസ്സ് നമുക്ക് ഉപകാരപ്പെടണം. ഇതിന്റെ ഗുണം ഈ സദസ്സിൽ ഇരുന്നത് കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരണം, അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ വീട്ടിത്തരണം. പടച്ചോനെ എല്ലാം നീ സാധിപ്പിച്ചു തരണേ അള്ളാഹ്. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ബറക്കത്ത് കൊണ്ട് സാധിപ്പിച്ചു തരണേ അള്ളാഹ്. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഇഹത്തിലും പരത്തിലും നീ വിജയിപ്പിച്ചു തരണേ അള്ളാഹ്. ഖദീജ ബീവിക്ക് റസൂലുള്ള കല്യാണം കഴിക്കുമ്പോ എത്ര വയസ്സാ? 40 വയസ്സ് പ്രായം. ബീവി ഖദീജ റളിയല്ലാഹു അൻഹാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുമ്പോൾ 40 വയസ്സ് പ്രായം. ആദ്യത്തെ ഭാര്യ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. അന്നത്തെ ഒരു സാഹചര്യം വേശ്യകള് ഉള്ള വീട്ടിന്റെ മുകളിൽ കൊടി നാട്ടിയിരുന്നു. അന്ന് പതാക ഇങ്ങനെ നാട്ടിയിട്ടുണ്ടാവും. ആ പതാക കണ്ടാൽ അറിയാം അവിടെ എപ്പോഴും റെഡിയായി കാത്തിരിക്കുന്ന വേശ്യകൾ ഉണ്ടാവും. അങ്ങനെ എന്തു ചെയ്യും? ചെറുപ്പക്കാരൊക്കെ അവിടെ കയറുകയും വഷളാകുകയും മലിനമാകുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം.
നമ്മൾ ഇന്ന് കട്ടൻ ചായ കുടിക്കുന്ന ലാഘവത്തോടെ വ്യഭിചരിച്ചിരുന്ന ഒരു കാലഘട്ടം. കാരണം അതിന് തീരെ ഒരു വിഷയമല്ല. നമ്മൾ പീടിയെ കയറി ചായ കുടിക്കും പോലെയായിരുന്നു അന്ന് വേശ്യാലയത്തിൽ പോയി പോന്നിരുന്നത്. അതാണ് ജാഹിലിയ കാലത്തിന്റെ ചുറ്റുപാട്. അതാ ചിത്രം ഇങ്ങനെ വായിച്ചാൽ കിട്ടും. അന്നാണ് തിരുനബി ജീവിക്കുന്നത് 25 വയസ്സ് വരെ വിവാഹം ചെയ്യാതെ. എന്നിട്ടൊരു കറുത്ത പുള്ളി, ചുറ്റുപാടുകളൊക്കെ മലിനമാകുമ്പോഴും ചുരുക്കം ചില മാന്യന്മാര് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടത്തിലാണ് എണ്ണുന്നത്. അതിലൊന്നും പെടാതെ ജീവിക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു സംഗതിയിൽ അകപ്പെടാത്ത ഒരു ചിത്രമാണ് കാണാൻ പറ്റുന്നത്. അന്നൊക്കെ കല്യാണം കഴിക്കുന്നത് വളരെ ചെറുപ്പത്തിലാണ്. തിരുനബിയുടെ ഉപ്പ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത് 18ാമത്തെ വയസ്സിലാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത് 18ാമത്തെ വയസ്സിലാണ്. ബീവി ആമിനുമ്മ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത്. അപ്പൊ ഈ ആമിനുമ്മ റളിയല്ലാഹു അൻഹയെ 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയുടെ പാരമ്പര്യം ഇതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിക്കുന്നത് 18-ലല്ല 25-ലാണ്. ആ 25-ൽ കല്യാണം കഴിക്കുന്നത് 40 വയസ്സുള്ള ഒരു ഉമ്മയെ 2 ആള് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്. 2 ആളാൽ മുമ്പ് വിധവയായ പെണ്ണാണ്. 4 മക്കൾ വരെ ഉണ്ട് എന്ന അഭിപ്രായമുണ്ട്. 4 മക്കളുള്ള ഒരു ഉമ്മ, 40 വയസ്സുള്ള 4 മക്കളുള്ള, മക്കളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം 3 ആണ് 2 ആണെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും ശരി, 4 മക്കളുള്ള 40 വയസ്സുള്ള ഒരു ഉമ്മയെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പോൾ നബിതങ്ങൾ സ്ത്രീലമ്പടനാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരം വർത്താനങ്ങളൊന്നും പറയാതെ ആയിഷമോളിൽ നിന്ന് തുടങ്ങിയത്. ആരോപണം പറഞ്ഞപ്പോഴേ ആയിഷമോളിൽ നിന്ന് തുടങ്ങിയത് അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഭാര്യയെ എടുത്ത് ചർച്ചക്കിട്ടത് അതെന്തുകൊണ്ടെന്ന് ഞാൻ പറയാൻ പോവാണ്. ആയിഷ ബീവി എന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നു. ഏതാവട്ടെ, ആദ്യത്തെ ഭാര്യ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ആദ്യം അതീഖ് ഇബ്നു അഈദ് കല്യാണം കഴിച്ചിരുന്നു. അതുപോലെ തന്നെ അബൂ ഹാല ഹിന്ദു ഇബ്നു സുറാറ കല്യാണം കഴിച്ചിരുന്നു. അത് രണ്ടും ഖദീജയുടെ ആദ്യത്തെ ഭർത്താക്കന്മാരാണ്. അങ്ങനെ ആ കല്യാണം നടക്കുന്നതിന്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ജീവിക്കുന്നത് നല്ല പ്രൗഢിയുള്ള തറവാട്ടിലാണ്. നല്ല സമ്പന്നയാണ്, തറവാട്ടുകാരിയുമാണ്. ഇങ്ങനെ വിധവയായി കഴിയുമ്പോൾ ഖദീജ ബീവിക്ക് ധാരാളം അന്വേഷണങ്ങൾ വരുന്നുണ്ട്, കല്യാണത്തിന് അന്വേഷണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഖദീജ ബീവി വലിയ സമ്പന്നയായിരുന്നു, വലിയ കച്ചവടക്കാരിയായിരുന്നു. ഇങ്ങനെ വന്നപ്പോ ഖദീജ ബീവി സ്വയം കച്ചവടത്തിന് പോകാറില്ല. പുരുഷന്മാരെ കച്ചവടത്തിന് കാശ് കൊടുത്ത് ഏൽപ്പിക്കുക ചെയ്യാം. മുതല് മുടക്കും, ഖദീജ ബീവി വീട്ടിലിരിക്കും. ഇവരോട് പോയിട്ട് കച്ചവടം നടത്തിയിട്ട് ലാഭം കൊണ്ടുവരാൻ പറയും. സാധനങ്ങളൊക്കെ മതിച്ചങ്ങ് കൊടുക്കല. നിങ്ങൾ കൊണ്ടുപോയിട്ട് എനിക്ക് ഇത്ര തരണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കും. ലാഭത്തിന്റെ വിഹിതം അവർക്ക് ഇത്രയെന്ന് പറഞ്ഞൊക്കെ ഉറപ്പിച്ചതിന്റെ ശേഷം ഇങ്ങനെ വിടുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴ് അതിന് ഏറ്റവും വിശ്വസ്തനായ ആളാരാന്ന് ഖദീജ ബീവി ഇങ്ങനെ നോക്കി. ആ കൂട്ടത്തിൽ കേട്ടു, മുഹമ്മദ് എന്ന ഒരു കുഞ്ഞ് ഇവിടെ ഉണ്ട്, ഒരു ചെറുപ്പക്കാരൻ, വളരെ വിശ്വസ്തനാണ്, ഒരാളുടെ 5 കാശും അയാൾ പറ്റിക്കൂലെന്ന് കേട്ടു. ഖദീജ ബീവി ആ വിവരം അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആളെ വിട്ടു. അബൂ താലിബിന്റെ അടുത്തേക്ക് ആളെ വിട്ടു. നിങ്ങളെ മോനെ എന്റെ കച്ചവടത്തിനൊന്ന് പറഞ്ഞേക്കണം, വിശ്വസ്തനായ ഒരാളെ കിട്ടാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓക്കെ പറഞ്ഞു. ആ കച്ചവടത്തിന് പോയി. കൂടെ മൈസറത്തിനെയും വിട്ടുകൊടുത്തു ഖദീജ റളിയല്ലാഹു അൻഹ. മൈസറത്തിനെ കൂടെ വിട്ടുകൊടുത്തത് അത് അവിടുത്തെ അടിമയാണ്. ആ മൈസറത്തും ഒപ്പം പോയി. മൈസറത്താണ് ഈ പോകുന്ന ആളുകളുടെ അടുത്ത് വല്ല ചതിയോ വഞ്ചനയോ ഒക്കെ ഉണ്ടോ എന്ന് തിരിച്ചറിയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന വഴിയിൽ മേഘം തണലിട്ട് കൊടുക്കുന്ന അത്ഭുതവും, അതുപോലെ തന്നെ കച്ചവടത്തിൽ നടത്തുന്ന സത്യസന്ധമായ നിലപാടുകൾ, അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി. എന്നിട്ടോ മുമ്പൊന്നുമില്ലാത്ത ലാഭങ്ങളുടെ ഇരട്ടി ലാഭം കിട്ടുകയും ചെയ്തു. മൈസറത്ത് പറഞ്ഞു, സാധനങ്ങളുടെ ഒക്കെ കുറ്റവും കുറവും ഉമ്മ കൃത്യമായിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറയാ വരുന്നവരോട്, എന്നിട്ടും ലാഭം. അപ്പൊ അത് കയ്യിന്റെ ബർക്കത്താണ്, സത്യസന്ധതയുടെ പുണ്യമാണ്. എല്ലാം ഖദീജുമ്മയോട് പറഞ്ഞു കൊടുത്തപ്പം
ഖദീജ ഉമ്മക്ക് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങോട്ട് ബോധിച്ചു, ഇത് നല്ല ഒരു മനുഷ്യനാണല്ലോ. ഖദീജ ഉമ്മക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരാഗ്രഹം വന്നു, ഈ മനുഷ്യനുമായി നിക്കാഹ് ബന്ധം നടക്കണം. അങ്ങനെ ഖദീജ ഉമ്മ തന്റെ കൂട്ടുകാരിയായ നഫീസ ബിന്തു മുന്യ, ഇത് ഖദീജ ബീവിയുടെ കൂട്ടുകാരിയാ നഫീസ എന്ന് പറയുന്ന കൂട്ടുകാർ കണ്ട് തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. കേൾക്കോന്നറിയില്ല, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കണം, എവിടുന്നാണ് ഖദീജ അമ്മക്ക് ഇങ്ങനെ ഒരു ധൈര്യം കിട്ടിയത് എന്നില്ലേ? 40 വയസ്സുള്ള ഒരാൾക്ക് 25 വയസ്സുള്ള ഒരാളുമായിട്ട് കല്യാണം ആലോചിക്കാനുള്ള ധൈര്യം അന്ന് ഇതൊരു പ്രശ്നമല്ല. അല്ലെങ്കിലും ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. 1400 വർഷങ്ങൾക്ക് അപ്പുറത്ത് നടന്ന ഒരു നിക്കാഹിനെ നമ്മുടെ നാട്ടിലെ ഈ സ്വഭാവങ്ങളുമായി സംസ്കാരവുമായി തട്ടിക്കുന്നത് എല്ലാ അർത്ഥത്തിലും തെറ്റാണ്. കാരണം നമ്മുടെ രാഷ്ട്രപിതാവ് എന്നെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾ കേട്ടതാണല്ലോ, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. നമ്മുടെ രാഷ്ട്രപിതാവ് കല്യാണം കഴിക്കുന്നത് അന്ന് കസ്തൂർബയുടെ പ്രായം, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രായം അന്ന് 7 വയസ്സാണ്. എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത്, നിശ്ചയം നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിഷ ബീവിയുടെ അതേ അനുഭവം തന്നെയാണുള്ളത്. എന്ന് പറഞ്ഞാൽ 6 വയസ്സിൽ നിക്കാഹ്, 9 വയസ്സിൽ വീട് കൂടി. അങ്ങനെയാണല്ലോ ആയിഷ ബീവിയുടെ അവസ്ഥ ഞാൻ പറയുന്നത്. എന്നാൽ 7 വയസ്സിൽ, എന്നിട്ട് 12ാമത്തെ വയസ്സിൽ കല്യാണവും നടക്കും. ഇതെവിടെയാ? ഇവിടെ അല്ലെ, നമ്മുടെ തൊട്ടടുത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ 1400 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇങ്ങനെ ഒന്ന് നടന്നതിൽ എന്ത് അത്ഭുത. അല്ലെങ്കിൽ ഈ ഇരിക്കുന്നവരുടെയൊക്കെ വല്യമാനെ കൊണ്ടെന്ന അല്ലെങ്കിൽ ഉമ്മാനെ കൊണ്ടെന്ന വയസ്സൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണ്ട്. 9 വയസ്സ്, 10 വയസ്സ്, 11ാം വയസ്സിലൊക്കെ ഉമ്മാനെ കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്താ ഇതിൽ ഇത്ര വലിയ അത്ഭുതം ഉള്ളത്? കാര്യമായിട്ടുള്ള ഒരു അത്ഭുതത്തിനെതിരെ വകുപ്പില്ല. ഏതാവട്ടെ, അപ്പൊ അന്നത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആളുകളെ ചെറിയ ആളുകൾ കല്യാണം കഴിക്കാറുണ്ട്, ചെറിയ ആളുകൾ വലിയ ആളുകളെ കല്യാണം കഴിക്കാറുണ്ട്. കല്യാണത്തിന്റെ സംഗതിയിൽ പ്രായത്തിന്റെ വിഷയമില്ല, അവിടെ മനപ്പൊരുത്തത്തിനാണ് പ്രാധാന്യം. ഏതാവട്ടെ, ബീവി ഖദീജുമ്മ ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് നഫീസ എന്ന് പറയുന്ന ഈ സഹോദരി വന്നിട്ട് കല്യാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓക്കെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നടക്കാം. എന്താണ് ഇതിന്റെ കാരണം? അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കല്യാണങ്ങളൊക്കെ വായിച്ചു. എന്നാൽ ഈ സമയത്ത് നബിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നത് 40ാമത്തെ വയസ്സിലാണല്ലോ. അന്ന് മുതലാ വഹ്യ് കിട്ടി തുടങ്ങുന്നത്. അപ്പൊ 40 വയസ്സിന്റെ ശേഷം നടന്ന മുഴുവൻ കല്യാണങ്ങളും വഹിയിലൂടെ നടന്നതാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ബോധനം കിട്ടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല എന്ന് ധൈര്യമായിട്ട് പറയാം. വമായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. പക്ഷെ അതിന്റെ മുമ്പുള്ളതോ, ശേഷം നബിയാകാൻ പോകുന്ന ഒരു മഹാന്റെ ഉൾവിളി മുഖേനയാണ് ആ കല്യാണം നടന്നിട്ടുള്ളത്. ശേഷം നബിയാകാൻ പോകുന്ന ഒരാള്, അയാൾക്ക് അള്ളാഹു ആണല്ലോ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുന്നത്. തന്റെ ദഅവത്തിന്റെ ഫീൽഡിൽ വലിയ ഒരു താങ്ങും തണലുമാകുന്ന ഈ ബീവി വേണം. മാത്രമല്ല പക്വതയുള്ള ഒരു ബീവി വേണം. പെട്ടെന്ന് പേടിക്കുകയും ഞെട്ടുകയും ഓടുകയും തലചുറ്റി വീഴുകയും ഒന്നും ചെയ്യുന്നവരാവരുത്. ജീവിതത്തെ കണ്ടുപഠിച്ച ഒരു പെണ്ണ് എന്നെ തന്റെ ഭാര്യയായിട്ട് വേണം. അപ്പോഴേ വഹിയൊക്കെ വരുമ്പോ അന്ന് വന്നിട്ട് സെമ്മിലൂനി പറയുമ്പോൾ ഖദീജക്ക് ഒരു കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത് പോലെ സയ്യിദുനാ റസൂലുള്ളാഹിയെ സമാധാനിപ്പിക്കാൻ കഴിയൂ. ഇതൊക്കെ അള്ളാഹു ഇതിന് മുമ്പേ കണ്ടതാണ്, 40ാം വയസ്സിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരു ഒരുക്കം അള്ളാഹു ഇതിന് ലബ്ബൈക്ക് പറയാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. നബി തങ്ങൾ പുറപ്പെടുന്നു. അബൂതാലിബും ആയിട്ടൊക്കെ ചർച്ച നടന്നു. അവരൊക്കെ അതിന് പച്ചക്കൊടി കാണിക്കുന്നു. അങ്ങനെ നബി തങ്ങളുടെ കൂടെ പോകുന്നു. അബൂതാലിബുണ്ട്, ഹംസയുണ്ട്. രണ്ടുപേരും ഹംസ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും മൂത്താപ്പാരാണ്. കൂടെ പോയി കല്യാണം നടത്താൻ പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ സംസാരിക്കാൻ വേണ്ടി ചെന്നതാ. അവിടെ ചെന്ന് നോക്കുമ്പോ കാണുന്നത് എന്താണെന്നറിയോ? ഫഅൽഫൗ ഖൗമഹാ യൻതളിറൂൻ. ഖദീജ ബീവിയുടെ കുടുംബം മുഴുവനും വരെ കാത്തു നിൽക്കുകയാണ്. വകുല്ലു ശൈഇൻ മുഹയ്യഉൻ ലിസിവാജ്. കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പരിപൂർണമാണ്. അപ്പൊ പിന്നെ അബൂതാലിബിന് മനസ്സിലായി ഇനി ഇവിടെ കല്യാണം തന്നെയാണ് നടക്കേണ്ടത്. അബൂതാലിബ് ആണ് ഏത് ചെയ്യുന്നത്? കല്യാണത്തിന്റെ മുമ്പ് ഒരു ഖുതുബ. അബൂതാലിബ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യം അനുസരിച്ചുള്ള അബൂതാലിബ് പറഞ്ഞു, അമ്മാ ബഅദ് ഫഇന്ന മുഹമ്മദൻ മിമ്മൻ ലാ യുവാസനു ബിഹി ഫതം മിൻ ഖുറൈശ് ഇല്ലാ റജഹ ബിഹി ശറഫൻ വഫളൻ വഅഖല. അബൂതാലിബ് അവരുടെ കുട്ടിയെ പറ്റി പറയാണ്.
ആരോടാ പറയുന്നത്? ഈ കൂടിയിരിക്കുന്ന ആളുകളോട്. ഞങ്ങളെ കുട്ടി മുഹമ്മദ് ഉണ്ടല്ലോ, ഖുറൈശി ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ അവനോട് തട്ടിക്കാൻ പറ്റിയ ഒന്നില്ല, ബുദ്ധിയിലും മഹത്വത്തിലും ഔന്നിത്യത്തിലും. ഞങ്ങളെ കുട്ടിയോട് തട്ടിക്കാൻ പറ്റിയ ഒരു കുട്ടി, അത്ര നല്ല നടപ്പും ശീലവും ഉള്ള ഒരു കുഞ്ഞിനെ കാണിക്കാൻ പറ്റില്ല. വൈൻഖാനഫിൽ മാലി അല്ല, പൈസ കുറയാണ്, പൈസന്റെ കുറവേ ഞങ്ങളെ കുട്ടിക്കുള്ളൂ, ബാക്കിയുള്ളത് കൊണ്ടൊക്കെ ഞങ്ങളെ കുട്ടി ഉഷാറാണ്. ഫൈനമൽ മാലു ബില്ലും സായിലുൻ, പണം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് വരും നാളെ പോകും, നീങ്ങിപ്പോകുന്ന തണലല്ലേ, അതിൽ വലിയ കഥയൊന്നുമില്ല. വലഹു ഫീ ഖദീജത റഗബ വലഹാ ഫീഹി മിസ്ലു ദാലിക്. ഖദീജക്കും മുഹമ്മദിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കല്യാണം നടക്കാറുണ്ട്, അതുകൊണ്ട് നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹയുടെ എളാപ്പയുണ്ട് അംറു ബിൻ അസദ്, അയാൾ ഉടനെ തന്നെ പറഞ്ഞു, ഓക്കെ ഞങ്ങളും റെഡിയാണ്, മുഹമ്മദിനെ പറ്റി ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, നല്ല മനുഷ്യനാണെന്ന് കണ്ടതുകൊണ്ടാണ് ഈ കല്യാണം ആലോചിച്ചതും അത് തീരുമാനിക്കാൻ പോകുന്നതും. എത്രയാ മഹർ? 20 ഒട്ടകം. 20 ഒട്ടകം മഹർ കൊടുക്കാമെന്ന തീരുമാനത്തിൽ വിവാഹം നടന്നു. സുബ്ഹാനല്ലാഹ്, വലിയ പാർട്ടികളൊക്കെ. കാരണം ഖദീജയുടെ വീട്ടിൽ വെച്ചിട്ടാണ് നിക്കാഹ് നടക്കുന്നത്, വലിയ പാർട്ടികളുണ്ട്, ദഫ്മുട്ടി, അറവുകൾ നടന്നു. ഖദീജയുടെ വീട് കൂട്ടുകാരികൾക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ കല്യാണത്തിന് പങ്കെടുക്കാൻ പുതിയാപ്പിളയെ ചെറുപ്പത്തില് മുലയൂട്ടിയ ബീവി ഹലീമ റളിയല്ലാഹു അൻഹ വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞ ഒരു നേരമാണത്. ചെറുപ്പത്തിൽ തന്നെ പോറ്റി വളർത്തിയ ഹലീമ ബീവി തന്റെ കല്യാണത്തിന് വന്നിരിക്കുന്നു. അങ്ങനെ ഹലീമ ബീവി കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ഖദീജ ഉമ്മയോട് അന്നു രാത്രി തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഹലീമ ബീവിയെ കുറിച്ച് പറഞ്ഞതിന്റെ ഫലമായി പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബീവി ഖദീജ തന്റെ വരന്റെ ഉമ്മയായ ഹലീമ ബീവിക്ക് 40 ആട്ടിൻതലയും കുറെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ സമ്മാനമായി നൽകി. ഹലീമ ബീവിക്ക് ഈ കുട്ടിയെ ചെറുപ്പത്തിൽ മുല കൊടുത്തു എന്നതിന്റെ പേരിൽ ഹലീമ ബീവി വളരെ സന്തോഷത്തില് ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ട വേറെ ഒരു ബീവിയുടെ പേര് പറയാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, 40 വയസ്സുള്ള ബീവിയെ 25ാമത്തെ വയസ്സിൽ കെട്ടി എന്നുള്ളതാണോ അതിന്റെ പ്രത്യേകത? അല്ല. ഏറ്റവും കൂടുതൽ നബിയുടെ കൂടെ ജീവിച്ച ബീവി ആരാ? ബീവി ഖദീജ ഉമ്മയാണ്. എത്ര കൊല്ലം ജീവിച്ചു? 25 കൊല്ലം, 1/4 നൂറ്റാണ്ട്. 25 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിച്ച ബീവിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. എന്നിട്ട് ആ ഖദീജ ബീവി ഉള്ള കാലത്ത് വേറൊരു കല്യാണം കഴിച്ചില്ല, ഒരു കല്യാണവും കഴിച്ചില്ല. ഖദീജ ബീവി വഫാത്താകുന്നത് 65ാമത്തെ വയസ്സിൽ, അല്ലേ? അത് കഴിഞ്ഞതിന്റെ ശേഷമല്ലേ വേറെ ഭാര്യമാരൊക്കെ വരുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയസ്സ് എത്രയാ? 50, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് 50ആയി. 25-ൽ ഖദീജമ്മക്ക് 40, 15 വയസ്സിന്റെ ഡിഫറൻസ് ആണ് രണ്ടുപേരും ഉള്ളത്. അപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 വയസ്സിന്റെ ശേഷമാണ് വേറെ കല്യാണങ്ങൾ കഴിച്ചതെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സെക്സ് പതഞ്ഞു പൊങ്ങുന്ന പ്രായം, നേരത്തെ പറഞ്ഞതുപോലെ 13 to 19 എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണവും കിട്ടാത്ത ഒരു കാലമാണ്. എന്ത് തോന്നിയാസും കാട്ടിക്കൂട്ടുന്ന ഒരു കാലം, നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ. ടീനേജ് എന്ന് പറയുന്ന കാലം, 13 തൊട്ട് 19 വരെയുള്ള കാലം, അത് ഒരു പിടുത്തം കിട്ടാത്ത ടീൻ എന്നതിൽ ആ ഉച്ചാരണത്തിൽ അവസാനിക്കുന്ന കാലാണ് ടീനേജ് എന്ന് പറഞ്ഞാൽ 13 to 19, ഒരു 13 to 19. എന്നാൽ അന്ന് വഷളായിട്ടില്ല റസൂലുള്ളാഹി. സംഗതിയോ നാട്ടിൽ അതിനൊരു വിഷയവുമില്ല, അങ്ങനെ ചെയ്തെങ്കിൽ ആരും ഒന്നും പറയില്ല, വഷളായിട്ടില്ല. പിന്നെ 25 നല്ല പ്രായം, 40 വരെ നല്ല പ്രായമല്ലേ, 50 വരെ നല്ല പ്രായം എന്ന് പറഞ്ഞു. അതുവരെ 65 വയസ്സുള്ള ബീവിയുടെ കൂടെയാ സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുഭാരിത്വത്തിലേക്ക് വരുന്നത് അവിടെ തന്നെ. ഇവർ ഈ പരിഹസിച്ച് പറഞ്ഞ ദൈവവിളി എന്ന് പറഞ്ഞ് പരിഹസിച്ച് പറഞ്ഞ ഈ വഹ്യ് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെറിയ തല പോരെ. കാരണം ഒരു മനുഷ്യന് 25-ാം വയസ്സിലോ 30-ാം വയസ്സിലോ ഒന്നും ഇല്ലാത്ത പിരാന്താണോ 50 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്നത്? അതുവരെ ഒരു കുഴപ്പമില്ല, 50 വയസ്സ് കഴിഞ്ഞിട്ടാണോ ഇതുണ്ടാകുന്നത്? ചിന്തിക്കേണ്ടതാണ്.
ഏതാവട്ടെ ഖദീജുമ്മ റളിയല്ലാഹു അൻഹ നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബീവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇന്നാണ് അവിടുന്ന് വഫാത്താകുന്നത് വരെ കല്യാണം കഴിച്ചില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖാസിം, അബ്ദുള്ള, റുഖയ്യ, സൈനബ്, ഉമ്മു കുൽസൂം, ഫാത്തിമ ഈ മക്കളെയൊക്കെ കിട്ടിയത് അവരിൽ നിന്ന്. ഇബ്രാഹിം എന്ന കുട്ടി മാത്രമാണ്, ആകെ 7 കുട്ടികളാണ്. അതില് ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തുൽ ഖിബ്തിയ എന്ന അടിമ സ്ത്രീയിൽ നിന്നാണ് ഉണ്ടായത്. അത് പിന്നീട് പറയാം. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യകാലത്ത് തന്നെ വിശ്വസിച്ചു. 40 വയസ്സായപ്പോൾ നബിക്ക് നുബുവത്ത് കിട്ടി. അന്ന് തന്നെ ഖദീജ ബീവിയുടെ ഏറ്റവും വലിയ പവർ എന്താന്ന് വെച്ചാൽ ആദ്യം വിശ്വസിച്ച മനുഷ്യൻ എന്നതാണ്. അബൂബക്കർ സിദ്ദീഖിനെ പറ്റിയാണ് നമ്മൾ പറയൽ. അവ്വലു മൻ ആമന ബി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് അബൂബക്കറാണ്. പക്ഷേ അതൊക്കെ പിന്നെയാണ്. ഏറ്റവും ആദ്യം വിശ്വസിച്ചത് ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അങ്ങനെ ഖദീജ ബീവി റസൂലുള്ളാഹി രഹസ്യമായിട്ട് അന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണാം, രണ്ടാളും നിസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ദഅവത്ത് പരസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് അനുഭവിച്ചപ്പോൾ അന്ന് താങ്ങും തണലുമായിട്ട് മുത്തുനബിയെ സമാധാനിപ്പിക്കാനുണ്ടായത് ഈ ബീവിയാണ്. നേരെ മറിച്ച് പ്രായം കുറഞ്ഞ ഒരു പെണ്ണാണെങ്കിൽ എന്തിനാ നിങ്ങൾ ഈ ബുദ്ധിമുട്ടിനൊക്കെ പോകുന്നതെന്ന് ചോദിച്ചിട്ട് അത് നിരുത്സാഹപ്പെടുത്തും. ജീവിതം എന്താന്ന് അനുഭവിക്കാത്ത ഒരു പെണ്ണാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങായി വഹി വന്ന സമയത്ത് ആദ്യം ഓടി വരുന്നത് ബീവി ഖദീജുമ്മയുടെ അടുത്തേക്കാണ്. 6 മാസം മുമ്പ് ഹിറാ ഗുഹയിൽ പോയിരിക്കുന്നു ഇബാദത്ത് ചെയ്യാനായിട്ട്. നബി തങ്ങൾ ഒരു സ്ത്രീലമ്പടനാണെങ്കിൽ ഈ ഭാര്യയെ ഒഴിവാക്കിയിട്ട് 6 മാസം ഹിറാ ഗുഹയിൽ പോയിരിക്കുക ഇല്ല. ഹിറാ ഗുഹയിൽ പോയിരുന്ന് ഇബാദത്ത് ചെയ്യുകയായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് സമ്മിലൂനി സമ്മിലൂനി എന്ന് വീട്ടുകാരോട് പറയുമ്പോൾ ഖദീജ പുതപ്പിട്ട് മൂടിക്കൊടുക്കുന്ന രംഗം. ഖദീജ പറഞ്ഞു, നബിയെ വിഷമിക്കരുത്, എന്നിൽ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം ഇതെനിക്ക് നിർവഹിക്കാൻ കഴിയുമോ എന്നുള്ള ഭയം എനിക്കുണ്ട്. നബി തങ്ങൾ പറയുമ്പോൾ ഖദീജ ബീവി പറഞ്ഞു, കല്ല, വേണ്ട, സങ്കടപ്പെടരുത്, അബ്ശിർ, നബിയെ തങ്ങൾ ഹാപ്പി ആവണം, അങ്ങ് സന്തോഷിക്കണം, സന്തോഷിക്കാ വേണ്ടത്. നബിയെ തങ്ങളെ ഒരിക്കലും അല്ലാഹു കൈയൊഴിക്കൂല. إنك لتصل الرحم وتصدق الحديث وتحمل الكل وتعين على نوائب الحق. നബിയെ തങ്ങൾ കുടുംബബന്ധം ചേർത്തുന്ന ആളാണ്. നബിയെ തങ്ങൾ കുടുംബബന്ധം ചാർത്തുന്നയാളാണ്. നബിയെ തങ്ങള് അള്ളാഹു ഒരിക്കലും തങ്ങളെ വഷളാക്കൂല. തങ്ങൾ സത്യം മാത്രം പറയുന്നയാളാണ്. തങ്ങള് പ്രയാസമുള്ളവരെ ഏറ്റെടുക്കുന്നവരാണ്, ജോലിയില്ലാത്തവരെ ഏറ്റെടുക്കുന്നവരാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്, കാലമുസീബത്തുകള് ആർക്കെങ്കിലും വരികയാണെങ്കിൽ അവിടെ സഹായവുമായിട്ട് ഓടിച്ചെല്ലുന്ന തങ്ങളെ അള്ളാഹു ഒരിക്കലും ഹായിബാക്കൂല. തങ്ങൾ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി ആകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളായി പറഞ്ഞത്. നബി ആയതിന്റെ ശേഷമല്ല, നബി ആകുന്നതിന് മുമ്പ് തന്നെ നബി തങ്ങൾക്ക് ഈ മനുഷ്യത്വപരമായ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹായിബാക്കൂല കേട്ടോ. തങ്ങൾ മനുഷ്യ സ്നേഹിയാണ്. പടച്ചോൻ തങ്ങളെ നബിയാക്കാൻ തീരുമാനിച്ചതാണ്, വിഷമിക്കണ്ട തങ്ങളെ. ഈ ഒരു ഉറപ്പ് നൽകിയത് ബീവി ഖദീജുമ്മയാണ് റളിയല്ലാഹു അൻഹ. ഇതിനാണ് ഖദീജ ബീവിയെ കല്യാണം കഴിക്കണം എന്ന് അന്ന് തോന്നാൻ കാരണം. എന്നിട്ട് ഈ ഖദീജ ബീവിയുടെ എളാപ്പാന്റെ മകനുണ്ട്, വളരെ പ്രായം ചെന്ന വറഖത്ത് ഇബ്നു നൗഫൽ. അയാള് നസ്രാനിയാണ്. അദ്ദേഹം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള സത്യമത അതാണല്ലോ. ഈസാ നബി അലൈഹിസ്സലാമിൻ അയാളുടെ അടുത്ത് കൊണ്ടുചെന്നു. അയാൾക്ക് കണ്ണൊക്കെ കാണാതെ വയസ്സനായിട്ടുണ്ട്. ദാ മുഹമ്മദ് എന്താ പറയുന്നതെന്നൊന്ന് കേട്ടു നോക്ക്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആയിഷ ഖദീജ ബീവിയുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഭയം ഉണ്ടെങ്കിലും നബി തങ്ങളോട് അത് കാണിക്കാതെ ഒക്കെ റെഡിയാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആരോട് പറഞ്ഞു? ഇക്കാക്കനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇക്കാക്ക പറഞ്ഞു, മോളെ പേടിക്കണ്ട, ഹാദൻ നാമൂസുല്ലദി ഉൻസില അലാ മൂസ. മൂസ അലൈഹിസ്സലാമിന്റെ മേലെ അവതരിപ്പിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമില്ലേ, ആ ജിബ്രീൽ തന്നെയാണ് ഇവിടെ ഹിറാ ഗുഹയിൽ നിന്റെ ഭർത്താവിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഒരു പേടിയും വേണ്ട, എനിക്ക് പ്രായമായി, ഈ കുട്ടിയെ ഈ നാട്ടുകാര് പുറത്താലത് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ ഞാൻ സഹായിക്കുമോ, എന്നെ പുറത്താക്കുവോ? നാട്ടുകാരെ, സ്വന്തം നാട്ടുകാർ എന്നെ പുറത്താക്കുവോ എന്ന് ചോദിച്ചത് വല്ലാത്തൊരു സംഭവമാണ്. അതേ മോനെ, നിന്നെ പോലെയുള്ള ആശയം ആര് കൊണ്ടുവന്നിട്ടുണ്ടോ അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, എതിർക്കപ്പെട്ടു
വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, സത്യത്തെ ഏത് കാലത്തും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശനത്തിന്റെ ഭാഗമാണ് ഇത് എന്നും കൂട്ടിയാൽ മതി. സത്യത്തിനെന്നും വിമർശനങ്ങൾ ഉണ്ടാകും, അതെന്നും കൊഞ്ഞനം കുത്തപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ അതിനിടയിലൊക്കെ സത്യം വിജയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും താങ്ങിയ ബീവിയാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. മറ്റുള്ളവരെക്കാളൊക്കെ ഇഷ്ടായിരുന്നു. ഖദീജ ബീവി പറഞ്ഞു, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബിയ്യി മാ ഗിർതു അലാ ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹക്ക് നബി തങ്ങൾ കൊടുക്കുന്ന സ്നേഹം കണ്ടാൽ എനിക്ക് വല്ലാത്ത അസൂയയായിരുന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? അത് അനുവദിക്കപ്പെട്ട അസൂയാണ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ സ്നേഹം ഒരാൾക്ക് കിട്ടുന്നത് കാണുമ്പോ പടച്ചോനെ അതുപോലെ മുത്തുനബിയുടെ സ്നേഹം എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുക, അല്ലാതെ ഖദീജാനോട് സ്നേഹം ഉണ്ടാവരുത് എന്നല്ല. അതാ തെറ്റായ അസൂയ. അത് തെറ്റായ അസൂയാണ്. ഖദീജനോടുള്ള സ്നേഹം പോകണം അല്ല. അതുപോലെയുള്ള സ്നേഹം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഖദീജുമ്മയോട് എനിക്ക് അസൂയ തോന്നിയതുപോലെ, കാരണം നബിതങ്ങൾ സ്നേഹം കൊടുക്കുന്നത് കാണുമ്പോ അസൂയ തോന്നിയതുപോലെ മറ്റാരോടും തോന്നിയിട്ടില്ല. സംഗതി ഒമാറ ഐതുഹ, ഞാൻ ഖദീജുമ്മയെ കണ്ടിട്ടില്ല. ശരിയാണല്ലോ. ആയിഷ ബീവിനെ കല്യാണം കഴിക്കുമ്പോ ഖദീജുമ്മ നിലവിലില്ല, എന്നാൽ ഒപ്പമുള്ള ഈ ആളുകളോട് എനിക്ക് അത്ര തോന്നിയിട്ടില്ല. ആയിഷ ബീവി ഒപ്പം ജീവിച്ച ഭാര്യമാരോട്. കാരണം അവരെ പറയുന്നതിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറഞ്ഞിരുന്നു, എന്തിനധികം പൊരേന്നാണ് പുറത്തിറങ്ങണമെങ്കിൽ ഖദീജ ബീവിന്റെ 2 മദ്ഹ് പറഞ്ഞിട്ടേ പുറത്തിറങ്ങുള്ളൂ. ലാ യകാദു യഖ്റുജു മിനൽ ബൈത്തി ഹത്താ യദ്കുറ ഖദീജ. ഖദീജ ബീവിന്റെ മദ്ഹ് പറയാതെ പൊരേന്ന് പുറത്തേക്കാട് ഇറങ്ങൂല. ഒരു ദിവസം ജൂസ് യാ റസൂലല്ലാഹ്, എന്തായാലും നബിയെ ഒരു വയസ്സെത്തി പെണ്ണല്ലേ എന്ന് ചോദിച്ചു. ഇതൊക്കെ മനുഷ്യ സഹജാട്ടോ, കൂട്ടത്തിൽ അതും കൂടെ മനസ്സിലാക്കും. ആ വൃദ്ധയായ പെണ്ണല്ലേ നബിയേ എന്ന് ചോദിച്ചപ്പോഴേക്ക് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹ, ഇന്ന് അള്ളാഹു അതിലേറെ യുവതിയായ സുന്ദരിയായ പ്രായം കുറഞ്ഞ ഒരു പെണ്ണിനെ നബിയെ ഇത് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്ന മട്ടില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ തലയുടെ മുൻഭാഗത്തുള്ള മുടി ഇങ്ങനെ എഴുന്നു നിന്നു. കാരണം അത് തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മുടി മുഖദ്ദമുർ റഅസ് ുള്ള മുടി ഇങ്ങനെ എഴുന്നു നിന്നുകൊണ്ട്, മുഖദ്ദമു ശഅരിഹി ഇങ്ങനെ എഴുന്നു നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ വല്ലാഹി മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ. ഇല്ല, പടച്ചോനാണ് സത്യം, ഖദീജയേക്കാൾ നല്ല ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല. ഖദീജയേക്കാൾ നല്ല ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല. എന്തുകൊണ്ട്? ആമനബി ഇത് കഫറന്നാസു, ജനങ്ങളൊക്കെ എന്നെ അവിശ്വസിച്ചപ്പം എന്നെ വിശ്വസിച്ച ഒരേ ഒരു മെമ്പറാണ് ഖദീജ. ജനങ്ങളൊക്കെ എന്നെ കളവാക്കിയ ജനങ്ങളൊക്കെ എന്നെ കളവാക്കി തള്ളിക്കളഞ്ഞപ്പം എന്നെ വിശ്വസിച്ച പെണ്ണാണ് ബീവി ഖദീജ. ദീനീ പ്രബോധനത്തിന് 5 കാശ് തരാൻ ആളില്ലാതെ, എന്നെ പൈസ കൊണ്ട് സഹായിക്കാൻ ഒരു കുട്ടികളും ഇവിടെ ഇല്ലാത്ത കാലത്ത്, എല്ലാവരും എനിക്കെതിരായ കാലത്ത് വലിയ സാമ്പത്തിക ശേഷിയുള്ള എന്റെ ഖദീജയാണ് എന്നെ സാന്ത്വനിപ്പിച്ചത്. ഖദീജയുടെ സമ്പത്ത് കൊണ്ട് ഖദീജ എന്നെ സാന്ത്വനിപ്പിച്ചു. ഇത് ഹറമനിന്നാസ്, ജനങ്ങളൊക്കെ എനിക്ക് 5 കാശും തരാതിരിക്കുന്ന കാലത്ത് വറസഖനില്ലാഹു മിൻഹൽ വലദ ദൂന ഗൈരിഹാ മിനൻ നിസാ. നിങ്ങളൊക്കെ എത്ര പെണ്ണുങ്ങളുണ്ട് ഇവിടെ? ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിട്ടേ എനിക്ക് ഇന്ന് വരെ ഒരു കുട്ടിനെ തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് കുട്ടികളെ തന്നത് എന്റെ പ്രിയപ്പെട്ട ഖദീജയാണ്, സയ്യിദുനാ റസൂലുള്ളാഹി. ആയിഷ ബീവി പറയാണ്, അപ്പൊ ഞാൻ മനസ്സിലാണ് പറഞ്ഞു, ഫീ നഫ്സി, എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ലാ അദ്കുറുഹാ ബിസയ്യിഅത്തിൻ അബദ, ഇനി ഒരിക്കലും ഖദീജ ബീവിനെ പറ്റി കുറ്റം പറയൂല, ഇനി പറയൂല. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് ഞാൻ വായിച്ചു. ഇതുകൊണ്ടാണ് യൗമുൽ ഫത്ഹിൽ, മക്കം ഫത്ഹിന്റെ അന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാണ്? അങ്ങോട്ട് ആദർശ സംരക്ഷണത്തിന് വേണ്ടി നാട് പോലും വിട്ടുകൊടുത്തു. പോയിട്ട് പിന്നെ തിരിച്ചു വരികയാണ്. ആ രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും മക്കയുടെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക കീഴടക്കുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിങ്ങൾ വീടൊരുക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട ഖദീജുമ്മയുടെ ചാരത്തൊരു ഖുബ്ബ കെട്ടണം. അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചു നോക്ക്, എത്ര കാലം കഴിഞ്ഞു. യുവതികളും സുന്ദരികളുമായ ഭാര്യമാരൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ പറയാണ്, ഖദീജുമ്മയുടെ അവിടെ പോയവർക്ക് വേഗം തിരിയും, എത്ര വ്യത്യാസമുണ്ട്.
കഅബയും ഖദീജുമ്മയുടെ ഖബറും ജന്നത്തുൽ മുഅല്ലയിലാണ് ഖദീജ ബീവി കിടക്കുന്നത്. അതിന്റെ അടുത്താണ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ കിടക്കുന്നത്. നമ്മൾ പോകുമ്പോ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഖദീജ ബീവിയുടെ അടുത്ത് ഒരു ഖുബ്ബ കെട്ടാൻ പറഞ്ഞു. ആ ടെന്റിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി ഇരിക്കുന്നത്. എന്നിട്ട് എന്തേ കാരണം? ഖദീജുമ്മയുടെ ആത്മാവ് സമാധാനം നൽകുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് കഅബ തവാഫ് ചെയ്യുന്നു. ബിംബങ്ങളൊക്കെ മാറ്റിയതിന്റെ ശേഷം കഅബ വൃത്തിയാക്കി മുഖ്യ പ്രഭാഷണം നടത്താൻ പോകുന്നു. അങ്ങനെ കഅബ തവാഫ് ചെയ്യുമ്പോഴും ബിംബങ്ങൾ എടുത്തു മാറ്റിക്കളയുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ മുൽതഫിതൻ ബൈന ഔനത്തിൻ വഉഖറ ഇലാ ബൈതിഹിൽ അസീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ അങ്ങ് ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുന്ന ഖദീജുമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കും, കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട്. കാരണം ഖദീജ, നീ പണം തന്ന്, നീ ആരോഗ്യം തന്ന്, നീ ജീവിതം തന്ന്, നീ ഉണ്ടാക്കിയ ഈ മതം പരിശുദ്ധ ഇസ്ലാം ഇതിവിടെ വിജയിച്ചിരിക്കുന്നു ഖദീജ. ഇത് കാണാൻ എന്റെ ഖദീജയും കൂടെ വേണ്ടിയിരുന്നു. മോളെ ഖദീജ, നീ കാണുന്നില്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ ഖദീജ ബീവിയുടെ ഖബറിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട്, ഇത് ഓർത്തുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു എന്ന് ചരിത്രം എഴുതിയത് കാണാം. ഖദീജുമ്മ വലിയൊരു താങ്ങും തണലുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ യോഗം കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു. അന്നല്ലേ വീട് വളയും, അതിന്റെ മുമ്പ് തന്നെ തീരുമാനം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഹബീബിന് കിട്ടിയിട്ടുണ്ട്. ഹബീബ് ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഇന്നൊന്ന് ഇവിടുന്ന് പോകണം മോളെ. എങ്ങോട്ടാ പോകേണ്ടത്? അസ്മാ ബീവിയുടെ വീട്ടിലേക്ക് പോകണം, ഇളയമന്റെ വീട്ടിലേക്ക് പോകണം. എന്തിനാ പോകുന്നത് ചോദിച്ചു. എന്റെ ഉപ്പ എന്നെ ഒടുക്കും പറഞ്ഞേക്കാറില്ലല്ലോ, എന്റെ ഉപ്പ എന്നെ എങ്ങോട്ടും വിടാറില്ലല്ലോ. കാരണം ഖദീജുമ്മ ഇല്ലാതെ പിന്നെ ഉപ്പക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയാണ്. അവിടുന്ന് പറയാൻ നബിതങ്ങൾ നിർബന്ധിതനായി, മോളെ ഒന്ന് വിരുന്നു പോകണം ഇളയമാന്റെ വീട്ടിക്ക്. എന്തിനാണ് എന്നെ പറഞ്ഞേക്കുന്നത്? അപ്പൊ പറഞ്ഞു, നിന്റെ ഉപ്പനെ ഇന്ന് ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വീട് വളയും. എന്റെ മോളിവിടെ കിടക്കാൻ പാടില്ല, പോകണം. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ പറഞ്ഞു, ഉപ്പാ അങ്ങീ വീട്ടിൽ വെച്ച് വെട്ടി നുറുക്കുമ്പോ എനിക്ക് ഇളയമാന്റെ വീട്ടിൽ പോയി തങ്ങണ്ട, വിരുന്നു പോകണ്ട, ഒരിക്കലുമില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഞാനിവിടെ കിടന്ന് ഉപ്പാന്റെ കൂടെ ഞാനും കൊല്ലപ്പെടണം എന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട റസൂലുള്ള പറഞ്ഞത്, മോളെ ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയതാണ്, നീ പോകൂലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ പൊന്നുമോളോട് പറയട്ടെ, മോളെ പോകണം. കാരണം അല്ലാഹ് എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, എനിക്കൊന്നും സംഭവിക്കൂല. വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയെ തങ്ങളെ ജനങ്ങളുടെ ഉപദ്രവത്തെ തൊട്ട് അല്ലാഹ് കാക്കും. ഇതുപോലെ ഒരു ഉറപ്പ് മോളെ നിന്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കൂല, മോള് ധൈര്യമായിട്ട് പോയിക്കോ. പക്ഷെ അവിടെ ഉള്ളവരെ വിവരം അറിയിക്കരുത് കേട്ടോ. അവിടെ വിരുന്ന് വന്നവനായിട്ട് തന്നെ അഭിനയിക്കണം. നബി തങ്ങൾ വിട്ടു ചെന്നു. ഇളയമ വീണ്ടും വീണ്ടും ചോദിച്ചു, എന്തേ മോളെ ഇങ്ങനെ ഒരു പതിവില്ലാത്ത വിരുന്ന് പെട്ടെന്ന്? പറഞ്ഞില്ല, അന്ന് രാത്രി ഫാത്തിമ ഉറക്കം വരുന്നില്ല. കാരണം എന്താ വാപ്പന്റെ അവസ്ഥ എന്നറിയില്ല, എന്താണ് വാപ്പന്റെ അവസ്ഥ എന്നറിയില്ല. അപ്പോഴാണ് ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നിടത്ത് എഴുതിയത് കാണാം. ഫാത്തിമ ബീവി കിടക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞാൽ വീട്ടുകാരറിയല്ലോ എന്ന് കരുതിയിട്ട് തലയണയിലേക്ക് തലയമർത്തി വെച്ചിട്ട് തലയണ അങ്ങ് കുതിർന്നു പോയി, തലയണ അങ്ങോട്ട് പൊതിർന്നു പോയി. എന്താ കാരണം? പടച്ചോനെ ആ സമയത്ത് പെട്ടെന്ന് കരഞ്ഞു പോകാൻ കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ ഒന്ന് തലോടി കൊടുക്കാൻ, ഒന്ന് ആശ്വാസത്തിന്റെ വാക്ക് പറയാൻ എന്റെ ഉമ്മയാണ് ഉണ്ടായിരുന്നത്. എന്റെ ഉമ്മ ഖദീജ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ വാപ്പാക്കൊരു വിഷമവുമില്ലായിരുന്നു. അതൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരായിരുന്നു എന്റെ ഉമ്മ. ബീവി ഖദീജുമ്മ ഹയാത്തിലില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് അറിയാതെ കരഞ്ഞുപോയത്. തിരുനബിയുടെ വലം കൈയായിരുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 65-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്തായ കഥകളൊക്കെ കുറെ പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഖദീജ ബീവിയെ കുറിച്ച് അല്പം പറയാന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പറഞ്ഞാൽ തീരൂല. ബഹുമാനപ്പെട്ട ഖദീജ ബീവി വഫാത്താവുന്നു. 5 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ അബൂ താലിബ് വഫാത്താകുന്നു. നബിന്റെ 2 താങ്ങും തണലും അങ്ങ് പോയി. 50-ാമത്തെ വയസ്സിലാണ് നബിതങ്ങളുടെ ആ വർഷത്തിനെ വിളിക്കുന്ന പേരാണ് ചരിത്രത്തിൽ ആമുൽ ഹുസൻ. ആമുൽ ഹുസൻ,
ദുഃഖവർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വിഷമിച്ച ഒരു വർഷമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ കല്യാണത്തിനും അതിൻ്റെതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബീവി വഫാത്താകുന്നു, 65-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ മുഅല്ലയിൽ അടക്കം ചെയ്യുന്നു. അടക്കം ചെയ്യുന്ന സമയത്ത് നബിതങ്ങൾ തന്നെയാണ് ഖബറിലേക്ക് ഇറക്കി വെച്ചത്. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. എന്നിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഏതൊരു ബീവിമാരുടെ കാര്യത്തിലും വിദ്യാഭ്യാസപരമോ അല്ലെങ്കിൽ പ്രബോധനപരമോ അല്ലെങ്കിൽ സാമൂഹ്യപരമോ മറ്റെന്തെങ്കിലും ഒരു നന്മയില്ലാതെ റസൂലുള്ളാഹിന്റെ കല്യാണം നടന്നിട്ടില്ല. അത് നമുക്ക് ശേഷം ഉള്ള ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഇൻഷാ അല്ലാഹ്. ശേഷം കല്യാണം കഴിച്ചത് മുഴുവനും ആരെയാ? അതും ചിന്തിക്കണം. ആരെയാ കല്യാണം കഴിച്ചത്? എല്ലാം വിധവകളെ. ഒരു ആയിഷ ബീവി മാത്രമേ ബിഖറായിട്ടുള്ളൂ, കന്യകയായിട്ടുള്ളൂ. അല്ലാത്തതൊക്കെ സയ്യിബാത്തുകളാണ്, വിധവകളായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ നൽകിയ വിവാഹങ്ങൾ, ഇപ്പോ ഒരു 11 കല്യാണം, മാതൃഭൂമിക്കാരൻ എഴുതിയ വാക്കുകൾ പറയാൻ എനിക്ക് കഴിയൂല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഏതായാലും 10 കെട്ടി എന്നാണ് മൂപ്പരുടെ ഒരു പ്രയോഗം. 10 കെട്ടി അല്ല 11 കെട്ടിയിട്ടുണ്ട്. 10 അല്ല 11 കെട്ടിയിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു വിഷമവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുവദിച്ചാൽ, നോക്ക് നിങ്ങൾ, ശ്രീകൃഷ്ണൻ എത്ര ഭാര്യ ഉണ്ടായിരുന്നു? അവിടെയല്ലേ അത്ഭുതം? ഇത് ഇവിടെ അവസാനിക്കുന്നതല്ലോ. ആയിരക്കണക്കിന് ഭാര്യമാരുടെ ലിസ്റ്റാണ് പുറത്തു വരുന്നത്. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അല്ല നമ്മുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർഡർ ഇല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. നബി ആയതിന്റെ ശേഷം തീർത്തു അങ്ങനെയാണ്. അതിന്റെ മുമ്പ് നടന്ന കല്യാണത്തിനെ പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് മിണ്ടാൻ തന്നെ ആരുമില്ല, കാരണം ഇത് പറയാൻ തന്നെ ആരുമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബിതങ്ങൾ 10 കെട്ടി എന്ന് പറഞ്ഞു, 11 കെട്ടി എന്ന് പറഞ്ഞു. ഉമ്മത്തിന് 4 അനുവദിച്ചുള്ളൂ, അങ്ങനെയാണ് ഒരാരോപണം. ഉമ്മത്തിന് 4 അനുവദിച്ചുള്ളൂ. ഇയാൾ എന്ത് ചെയ്തു? 10 കെട്ടി. എന്നാ സംഗതി കേട്ടോ നിങ്ങള്, അത് ചില ഇതിനൊക്കെ സാഹചര്യങ്ങളുണ്ട്, അത് നമുക്ക് കേൾക്കാം. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതെല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമായിരുന്നു. നമുക്ക് തഹജ്ജുദ് നിർബന്ധമാണ്. നബി തങ്ങൾക്ക് ഓവർലോഡാണ്. നാഫിലത്തല്ലക്ക് ഖുർആൻ അങ്ങനെയാ പറഞ്ഞു. ഇത് നബിയെ തങ്ങൾക്ക് ഓവർലോഡാണ്, നിർബന്ധമായിരുന്നു. നമുക്ക് 5 നേരേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വഖത്താണ് എന്ന് പറഞ്ഞാൽ തഹജ്ജുദും കൂടെ പെടും. അതും കൂടെ നിർബന്ധമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഈ ബീവിമാരെ കല്യാണം കഴിച്ചതിന്റെ ശേഷം ഈ ബീവിമാരൊക്കെ മരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ബീവിമാരിൽ നിന്ന് ആരെങ്കിലും തലാഖ് ചൊല്ലുന്നു, എന്നാ പിന്നെ നബിക്ക് അതിന് പകരം വേറെ ഒന്ന് കെട്ടാൻ പറ്റൂല. നിയമം അങ്ങനെയല്ലേ? ലാ യഹില്ലു ലക്കൻ നിസാഉ മിൻ ബഅദ് വലാ അൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജിൻ വലൗ അഅജബക ഹുസ്നുഹുന്ന ഇല്ലാ മാ മലകത് യമീനുക വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബാ. സൂറത്തുൽ അഹ്സാബ്, സൂറത്തുൽ അഹ്സാബിന്റെ 52-ാമത്തെ ആയത്ത്, ലാ യഹില്ലു ലക്കൻ നിസാഉ മിൻ ബഅദ്, ഇനി ഭാര്യമാർ നിങ്ങൾക്ക് അനുവദനീയല്ല. കല്യാണമൊക്കെയാണ് പൂർണ്ണമായതിന്റെ ശേഷം അള്ളാഹ് പറയണം, ഇനി ഭാര്യമാര് പറ്റൂല കേട്ടോ. വലാൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജ്, ഭാര്യമാരെ ചേഞ്ച് ചെയ്യാനും പറ്റൂല. ഇനി മാറ്റാണെങ്കിൽ ഇപ്പൊ മാറ്റിക്കോളാം, ഇനി പറ്റൂല. മാറ്റാൻ ആദ്യം അനുവാദം കൊടുത്തിരുന്നു, എന്നിട്ട് പറഞ്ഞു ഇനി പറ്റൂല, ഇനി ഒരാളെ കല്യാണം കഴിക്കാനും പറ്റൂല. വലൗ അഅജബക ഹുസ്നുഹുന്ന, അത് എത്ര ഭംഗിയുള്ള ഭാര്യമാരെ കണ്ടാലും ശരി കല്യാണം കഴിക്കാൻ പറ്റില്ല. ഭംഗിയായിരുന്നില്ല മുത്തുനബിയുടെ കല്യാണത്തിന്റെ മാനദണ്ഡം. അത് അല്ലാഹു തആല തീരുമാനിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നബിയെ എന്തു തന്നെയാണെങ്കിലും ശരി പറ്റില്ല. ഇല്ലാ മാ മലകത് യമീനുക, തങ്ങൾക്ക് അടിമപ്പെണ്ണല്ലാതെ കല്യാണം കഴിക്കുക എന്ന ലെവലില് നിക്കാഹ് ചെയ്തുകൊണ്ട് വേറെ ഒരു ഭാര്യ ഇനി അനുവദനീയമല്ല. അതേസമയം നമ്മക്കോ മരിച്ചതിന്റെ ശേഷം ഒഴിവാക്കിയതിന്റെ ശേഷം 40 എണ്ണം കെട്ടണമെങ്കിലും കെട്ടാം. അല്ലേ? ഉള്ളത് ഭാര്യ മരിച്ചു, ജീവിതം കഴിഞ്ഞപ്പോഴേക്ക് 40 പെണ്ണെട്ടി. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ, അങ്ങനെ കെട്ടിക്കൊണ്ടേയിരിക്കും. അല്ലേ? കുഴപ്പമുണ്ടാവും? ഇല്ല. നിലവിൽ 4 ഭാര്യമാരെ ഉണ്ടാവുന്നേ ഉള്ളൂ. ഉമ്മത്തിന് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെയല്ല. പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലേക്കാ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ടൈറ്റാക്കുക ചെയ്തത് നിയമം.
ചിന്തിക്കേണ്ടതാണ്. ഇതാണ് ഒന്നാമത്തെ ബീവി. ഇനി രണ്ടാമത്തെ ബീവി സൗദ ബിൻതു സമ്അ റളിയല്ലാഹു അൻഹ. ആദ്യത്തെ 1, 2, 3 എണ്ണം ഒന്ന് നീണ്ടുപോകും ചർച്ച. ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അത് നമ്മൾ പറഞ്ഞു തീർക്കും. സൗദ ബിൻതു സമ്അ റളിയല്ലാഹു അൻഹ, സൗദ ബീവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയ്ക്ക് ശേഷം കല്യാണം കഴിച്ച ആദ്യത്തെ പെണ്ണ് സൗദ ബീവിയാണ്. ഈ സൗദ ബീവിന്റെ വയസ്സ് എത്രയാ അന്ന് നോക്കുക. സൗദ ബീവി ഏതായാലും ഇപ്പൊ ആദ്യം 25 അങ്ങനെ കെട്ടി, ഏതായാലും ഇപ്പൊ അത് അവസാനിച്ചു, മരിച്ചു. ഇനിയെങ്കിലും പ്രത്യേകിച്ച് ഇപ്പൊ നബിയുമാണ്, ആരും ഏതും കെട്ടിച്ചു കൊടുക്കും. ആദ്യം അങ്ങനെ തന്നെ നല്ല തറവാട്ടുകാരനായിരുന്നു. ഏത് തറവാട്ടിൽ നിന്ന് വേണമെങ്കിലും കല്യാണം ആലോചിക്കാനും കെട്ടിക്കാനും മാത്രം വകുപ്പുണ്ട്. എന്നിട്ടാ ഖദീജ ബീവിയെ കെട്ടി. ഇനിയിപ്പോ എന്തുമാത്രം ഇവരെ ബഹുമാനിക്കുന്നു. അതല്ലേ അബൂബക്കർ സിദ്ദീഖ് ആയിഷ ബീവിനെ കൊടുത്തത്? ആ ബഹുമാനല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 50 കൊല്ലത്തെ തന്റെ കൂട്ടുകാരനാ റസൂലുള്ളാഹ്. ആരുടെ? അബൂബക്കർ സിദ്ദീഖിന്റെ. അവർക്ക് ആ മകളെ കൊടുത്തത്. ഇത് നിർബന്ധിതാവസ്ഥയിൽ കൊടുത്തതല്ല. ഞാൻ ആയിഷ ബീവി ആ കാര്യത്തിൽ മുക്രഹത്തായിരുന്നോ? നിർബന്ധിത രൂപത്തിലാ പോയത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. സൗദ ബീവി കല്യാണം കഴിക്കുമ്പോ സൗദ ബീവിക്ക് 6 മക്കളുണ്ട്. സൗദ ബീവിനെ റസൂലുള്ളാഹ് കെട്ടുമ്പോ 6 മക്കൾ. രണ്ടാമത്തെ പെണ്ണിന്റെ അവസ്ഥയാണ് സ്ത്രീലംബടന എന്ന് പറയണമെങ്കിൽ ഇത് രണ്ടും ആദ്യം പറഞ്ഞിട്ട് ആയിഷ ബീവിന്റെ പറഞ്ഞാണ്. എന്നാ പിന്നെ സ്ത്രീലംബടന എന്ന് പറയാൻ കഴിയൂല. അതുകൊണ്ടാണ് ഈ ജാതി വർത്താനൊന്നും മിണ്ടാത്തത്. 6 മക്കളുള്ള 66 വയസ്സുള്ള ബീവിയാണ് സൗദ ബീവി. സൗദ ബീവിനെ കല്യാണം കഴിക്കുമ്പോഴുള്ള വയസ്സ് 66 അല്ലേ? നിങ്ങൾക്കൊരു വിഷമം തോന്നുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കല്യാണം കൊണ്ടുവരുന്നത് ആരാ? ഖൗല ബിൻതു ഹകീം, ഖൗലത്ത് റളിയല്ലാഹു അൻഹാ. അവരാ വരുന്നത്. സൗദ ബീവി ആദ്യം തന്നെ മുസ്ലിമായി ഹബശയിലേക്ക് ഹിജ്റ പോയി. ഭർത്താവ് ഹബശയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദ ബീവിയുടെ കൂടെ ഭർത്താവും ഉണ്ടായിരുന്നു. ഭർത്താവും സൗദ ബീവിയും കൂടെ ആയിരുന്നു പോയിരുന്നത്. പിന്നീട് അന്ന് ആ ഹിജ്റ പോകുമ്പോ, ആദ്യത്തെ ഹിജ്റ ഹബശയിലേക്കാണല്ലോ, ആ ഹിജ്റ പോകുന്ന സമയത്ത് സൗദ ബീവിയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയായിരുന്നു ഈ ഖൗല ബീവി. അവരുടെ ഭർത്താവാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഖദീജുമ്മ വഫാത്തായതിന്റെ ശേഷം വലിയ ടെൻഷൻ ഉണ്ടല്ലോ മുഖത്ത്, വീട്ടിലേക്ക് ഒരാള് വേണ്ടേ എന്ന് ചോദിച്ചു ഖൗലത്ത് ബീവി വന്നിട്ട്. അപ്പൊ നബി പറഞ്ഞു, തീർച്ചയായും, അജൽ ഇന്നഹ കാനത്ത് ഉമ്മൽ അയാൽ വറബ്ബത്തുൽ ബൈത്ത്. ആയിഷ ഖദീജ പോയത് താങ്ങാൻ കഴിയുന്നില്ല. കാരണം അവള് കുട്ടികളമ്മയായിരുന്നു, വീട്ടുനാഥയായിരുന്നു, കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അവളാണ്. പക്ഷേ നബിയെ, പകരം ഒരാളെ വേണ്ടേ, കല്യാണം കഴിക്കണ്ടേ? അവിടുന്ന് ചോദിച്ചു, ആരെയാ കല്യാണം കഴിക്കുക? ആരെയാ കല്യാണം കഴിക്കുക? ഞാൻ ആരെ കല്യാണം കഴിക്കും? ചോദ്യം വരികയാണ്. അപ്പോഴാ പറഞ്ഞത്, നബിയെ, 2 ആളെ ഞാൻ കാണുന്നുണ്ട്. ഒന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെറുപ്പക്കാരിയായ ആയിഷ, വീട് പരിപാലിക്കാൻ അവൾക്ക് കഴിയൂലല്ലോ. ദാ നബി പറഞ്ഞത് കേട്ടോളൂ. ഈ ഹബീബിനെ പറ്റി ആ സ്ത്രീലംബടനാണെന്ന് ആരോപിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഖൗലത്ത് ബീവി പറഞ്ഞു, എങ്കിലും പിന്നെ വേറെ ഒന്നുണ്ട് നബിയെ, തങ്ങൾക്ക് ഇഷ്ടാവോന്നറിയില്ല. നമ്മുടെ സൗദ ബീവി വിധവയായി കഴിയാണ്, 6 മക്കളും ഉണ്ട്. ഈ മക്കളെയും കൊണ്ട് ആ സൗദ ബീവി ഇനി തിരിച്ച് തന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അവർ മുർത്തദാകാൻ നിർബന്ധിക്കും. ഭർത്താവാണെങ്കിലോ അങ്ങോട്ട് പോയി തിരിച്ചു വന്ന് മക്കയിലെത്തി, ഹബശയിൽ പോയി, പിന്നെ മക്കയിലേക്ക് വന്നു, വഫാത്താവുകയും ചെയ്തു. ഇനി കുടുംബത്തിലേക്കെങ്ങാനും തിരിച്ചു പോവുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, സംഭവിക്കാൻ പോകുന്നത് മുർത്തദായി ജീവിക്കേണ്ടി വരും. ഈ ദീൻ തന്നെ, അവരുടെ മതം തന്നെ നഷ്ടപ്പെട്ടു പോകും. ആ സൗദ ബീവിക്ക് ഒരു താങ്ങും തണലുമില്ല. തങ്ങൾക്ക് പറ്റുമോ? വയസ്സ് 66 ഉണ്ട്, 6 മക്കളുണ്ട്. അതുകൊണ്ട് അങ്ങനെ താങ്ങി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പഹയന്മാര് സ്ത്രീലംബടനാണെന്ന് പറയുന്ന മുത്തുനബി ഉടനെ പറഞ്ഞു, റെഡി, ഞാൻ റെഡിയാ. സയ്യിദുനാ റസൂലുള്ളാഹി സൗദ ബീവിയെ കല്യാണം കഴിക്കുക. കാരണം ആ 6 കുട്ടികളെ സംരക്ഷിക്കാനാവുമല്ലോ. ആ 6 കുട്ടികൾക്ക് എനിക്ക് താങ്ങും തണലും ആവാൻ പറ്റുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി ചിന്തിച്ചത് അങ്ങനെയാണ്. അതിന് ലബ്ബൈക്ക് പറഞ്ഞു. ആ 66ാമത്തെ വയസ്സിൽ സൗദ ബീവിയെ കല്യാണം കഴിച്ചു. 6 മക്കളുള്ള സൗദ ബീവിയെ 400 ദിർഹം മഹർ കൊടുത്തു. 400 ദിർഹം മഹർ കൊടുത്തു. പിന്നെ അവരെയുമായിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയി. നബി തങ്ങൾക്ക് ഏറെ ഹൃദയത്തിൽ സ്വാധീനിക്കപ്പെട്ട ഒരു ബീവിയായിരുന്നു ബീവി സൗദ. നോക്ക് നിങ്ങൾ, ഒരു വിഷമവുമില്ല.
അള്ളാഹു ഈ സൗദാ ബീവിയുടെ സൽസ്വഭാവത്തെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം സ്വതക്ക ചെയ്യുന്നയാളായിരുന്നു സൗദാ ബീവി. പിന്നീട് ഒരിക്കൽ എന്ന് പറഞ്ഞാല് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഹിജറയോടുകൂടെ ബഹുഭാര്യത്വം കടന്നു വരികയാണല്ലോ. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ബീവിമാരിങ്ങനെ കടന്നു വരികയാണ്. അതിൽ ആയിഷ ബീവി നല്ല സുന്ദരിയാണ്, മിടുക്കിയാണ്, ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്, നല്ല ചെറുപ്പക്കാരിയാണ്. ആ പെണ്ണൊക്കെ വന്ന് അതിന്റെ പുറമെ പിന്നെ ഹഫ്സയും വന്നു. ഹഫ്സയും ചെറുപ്പക്കാരിയാണ്, വിധവയാണെങ്കിലും ചെറുപ്പക്കാരിയാണ്. ഇവരൊക്കെ അങ്ങോട്ട് കടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട ബീവി സൗദക്കൊരു തോന്നല്, പഠിച്ചോൻ എന്റെ ഈ 66 കഴിഞ്ഞ ശരീരം മുത്തുനബിക്ക് എന്നോട് ചടപ്പ് തോന്നുമെന്നറിയില്ല. കാരണം ഇതിന്റെ ഇടയിലാണ് ഇതും അല്ലെ. ഒരു ദിവസം ഇവർക്കൊക്കെ കൊടുക്കും പോലെ ഹബീബ് എനിക്കും തരിക. എപ്പോഴാണെന്നറിയില്ല എന്നെ ത്വലാക്ക് ചെല്ലുന്നത്. ഇങ്ങനെ തോന്നുകയാണ്. ത്വലാക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കാണിക്കുന്നില്ല. ഒരു ദിവസം പോലും അതിൽ അനീതിയില്ല. സൗദാ ബീവിന്റെ അടുത്ത് കൂടേണ്ട അന്ന് സൗദാ ബീവിന്റെ അടുത്ത് തന്നെ. പക്ഷെ മനസ്സിലൊരു വിഷമം. നിബിതങ്ങൾക്ക് എന്നെ ചടക്കുവോ, അത് മുഖേന വിവാഹ മോചനം നടക്കുവോ? അങ്ങനെ ഞാൻ എന്റെ ശരീരം നിബിതങ്ങൾക്ക് സമർപ്പിക്കുന്ന ഈ പരിപാടി നബിക്ക് ചടച്ചുപോയാൽ, സ്വാഭാവികമാണല്ലോ, മനുഷ്യനല്ലേ. അപ്പൊ അങ്ങനെ ചടച്ചുപോയാൽ അതുവഴി വിവാഹബന്ധം ഏർപ്പെട്ടു കഴിഞ്ഞാൽ നാളെ പരലോകത്തിലേക്ക് ഹബീബിന്റെ ഭാര്യയാകാൻ പറ്റൂലല്ലോ എന്ന വിഷമത്തിൽ നിബിതങ്ങളോട് പറഞ്ഞു, ലാ തുതല്ലിഖ്നി വഅംസിക്നി യാ റസൂലല്ലാഹ്. നബിയെ, എനിക്കൊരു പേടി, തങ്ങൾ എന്നെ തൊലാക്കിയല്ലോ. ആരായിരുന്നു നിന്നെ ഞാൻ തൊലാക്കിയില്ലെന്ന് പറഞ്ഞത്? എന്താ പ്രശ്നമുള്ളത്? അല്ല നബിയെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്. വജഅൽ യൗമി ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, വല്ലാഹി മാ ബി അലൽ അസ്വാജി മിൻ ഹിർസ്. എനിക്ക് അങ്ങനെ ശാരീരികമായ ആവശ്യങ്ങളൊന്നും ഇപ്പല്ല, അത്തരം താല്പര്യങ്ങളൊന്നുമില്ല. വലാകിന്നി ഉഹിബ്ബു അൻ യബഅസനി അല്ലാഹു യൗമൽ ഖിയാമത്തി സൗജൻ ലക. ഖിയാമത്ത് നാളിലെ അങ്ങയുടെ ബീവിയായിട്ട് പുനരെഴുന്നേൽപ്പ് കിട്ടണമെന്ന ഒരു ഉദ്ദേശം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ ത്വലാഖ് ചെയ്യരുത് തങ്ങളെ. തങ്ങള് എന്നെ ത്വലാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആര് പറഞ്ഞു നിന്നോട് ഞാൻ ത്വലാഖ്? ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. പക്ഷെ അവിടുന്ന് പറഞ്ഞു, എന്റെ ദിവസം നബിയെ അങ്ങനെ വിഷമമുണ്ടെങ്കിൽ തങ്ങള് അത് ആയിഷക്ക് കൊടുക്കണം. കാരണം എനിക്ക് ശാരീരികമായി അങ്ങനെ ഒരു മോഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞയാളാണ് ബഹുമാനപ്പെട്ട ബീവി സൗദ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി ഏറ്റവും കൂടുതൽ സൗദാ ബീവിയോട് ആയിഷ ബീവിക്ക് വലിയ സ്നേഹമായിരുന്നു. അതിന് കാരണം ഈ ഒരു വാക്കാണ്. ഏത് വഹബ്തു ലൈലത്തി ലി ആയിഷ, എന്റെ രാത്രി ഞാൻ ആയിഷ ബീവിക്ക് തരാന്ന് പറഞ്ഞ ആ രാത്രിയാണ്, ആ ഒരു വാക്കാണ് അതിന് ഇത്രയും സന്തോഷം ഉണ്ടാവാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴും ബഹുമാനപ്പെട്ട ബീവി സൗദയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. വളരെ സന്തോഷത്തോടെ ജീവിച്ചു. എന്നല്ല, എപ്പോഴും സൗദാ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് തമാശ പറയും. സൗദാ ബീവിയോട് തമാശയിൽ പങ്കെടുക്കും. ഒരു ദിവസം രാത്രി നബി തങ്ങളുടെ പിറകിൽ വെച്ച് സൗദാ ബീവി നിസ്കരിച്ചു. പിറ്റേന്ന് സൗദാ ബീവി പറഞ്ഞു, സൗദാ ബീവിക്ക് കുറച്ച് വയസ്സൊക്കെ ആയതല്ലേ, നബി തങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചിട്ട് സുജൂദിലാണ് കിടന്നിട്ട് റുക്കോയിൽ നിന്നിട്ട് ഇങ്ങോട്ട് എണീക്കണ്ടേ. നബി തങ്ങളുടെ കൂടെയാണ് ഇമാമ എഴുന്നേൽക്കാനും വയ്യ. അങ്ങനെ സൗദാ ബീവിക്ക് വയസ്സുകാലത്ത് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ പിറ്റേന്ന് സൗദാ ബീവി പറഞ്ഞു, സല്ലൈതു ഖൽഫക ലൈലത യാ റസൂലല്ലാഹ്. നബി, ഇന്നലെ രാത്രി ഞാൻ നിങ്ങളൊപ്പം നിസ്കരിച്ചു. ഫറകഅത ബി, നിങ്ങൾ എന്നെ കൊണ്ട് റുക്കൂ ചെയ്തു. ഹത്താ അംസക്തു ബി അംഫി മഹാഫത അൻ യഖ്തുറ ദമു. എന്താ പറഞ്ഞത്? ഞാൻ തങ്ങള് നിസ്കരിക്കുമ്പോ റുക്കൂ ചെയ്തിട്ട് പൊങ്ങാഞ്ഞിട്ട് അവസാനം ഞാൻ മൂക്ക് ഇങ്ങനെ പിടിച്ചു, കാരണം രക്തറ്റൊലിച്ചോന്ന് പേടിച്ചിട്ട് ഒരേ നൃത്തം ഇങ്ങനെ നിന്നിട്ട് അത് കേട്ടപ്പോ ഫളഹിക സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ചിരിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഇസ്വാബയിൽ ഈ സംഭവമൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. എന്ന് പറഞ്ഞാൽ ആ വലിയ തമാശയും വലിയ കൂട്ടും വർത്തമാനവും ഒക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ജീവിതം ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട സൗദാ ബീവി റളിയല്ലാഹു അൻഹക്ക് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അവസാന കാലഘട്ടം വരെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര നല്ല വയസ്സാ കിട്ടിയത്, കൃത്യം വയസ്സ് രേഖപ്പെടുത്തുന്നില്ല, നല്ല വയസ്സ് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് കെട്ടുന്നത് തന്നെ 66-ല്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള ഒരു 10-13 കൊല്ലത്തെ ജീവിതം, 50-ലാണല്ലോ കെട്ടുന്നത്. പിന്നെ 10-13 കൊല്ലം അവിടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വർഷങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 10ഓളം വരുന്ന വർഷങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് സൗദാ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്താകുന്നത്. മൂന്നാമത്തെ ബീവി ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു. ഇതാണ് ഇപ്പം അല്പൊരു വിവാദം ഉള്ളത്, അല്ലെ?
ഇതിൽ മാത്രമാണ് അല്പം ഒരു വിവാദമുള്ളത്. ഇവിടെ നമ്മൾ ശരിക്കും ചിന്തിക്കണം. ആയിഷ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ പടച്ചോനെ ബിഅസത്തിന്റെയും 4 വർഷം മുമ്പാ ജനിച്ചത്. നബിയാകുന്നതിന്റെ 4 വർഷം മുമ്പ് ആണ് ജനിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുമ്പോൾ 4 വയസ്സേ പ്രായമുള്ളൂ എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുമ്പോ ബിഅസത്ത് കഴിഞ്ഞിട്ട് 4 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 44 വയസ്സാകുമ്പോ ബീവി ജനിക്കുന്നു. നബി തങ്ങൾക്ക് 50 വയസ്സായപ്പോഴാണ് സൗദാ ബീവിയെ കല്യാണം കഴിച്ചതിന്റെ പിറകിലാണ് എന്ത് ചെയ്തത്? ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത്. അന്ന് ആയിഷ ബീവിക്ക് 6. അതെന്തിന്? ചെറിയ കുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. 1. രണ്ടാമത്തെ, ഇത്രയും ചെറിയൊരു കുട്ടിയെ നിക്കാഹ് ചെയ്യുക. വീട് കൂടിയിട്ടില്ല. വീട് കൂടിയത് സിദ്ദീഖ് റളിയല്ലാഹുവിനെ നിർബന്ധിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു നിർബന്ധിച്ച് തങ്ങളെ ബീവിയുടെ കൂടെ നബിയെ തങ്ങൾക്ക് വീട് കൂടിക്കൂടെ എന്ന് എപ്പോഴും നിർബന്ധിച്ച് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ 9ാമത്തെ വയസ്സിലാ വീട് കൂടിയത്. അന്നത്തെ 9 വയസ്സ് എന്ന് പറഞ്ഞാൽ 10 വയസ്സിലൊക്കെ നമ്മളെയൊക്കെ വല്യമാര് പ്രസവിച്ചിട്ടുണ്ട്. അത്രേ ചോദിച്ചു നോക്കുമ്പോ 10 വയസ്സിൽ പ്രസവിച്ചിട്ടുണ്ട് അവര്. അപ്പൊ 1400 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള കഥ ഇന്നത്തെ വിഷയമായിട്ട് തട്ടിക്കരുത്. 1. രണ്ടാമത്തേത്, അന്നത്തെ സാഹചര്യത്തിൽ അതൊരു വിഷയേ അല്ല. നമ്മളെയൊക്കെ അടുത്ത് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ തീരെ അത് വിഷയമല്ല. കാരണം ഈ ഖൗലത്ത് ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൗദയെയും അതുപോലെ തന്നെ ആയിഷയെയും ഒരുമിച്ച് കല്യാണം പറയുന്ന സമയത്ത് ഈ ആയിഷ ബീവിനെ ജുബൈറുബിന് മുത്തഈമിന്റെ മകൻ ജുബൈറിനോട് കല്യാണം പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചു. പിന്നെ എന്തിനാ ഈ തോന്നിയാസം പറയണത് എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ജുബൈറുബിന് മുത്തഈമിനോട്. അങ്ങനെ ഖൗലത്ത് ബീവിയാണ് കല്യാണം അന്വേഷിക്കാൻ പോകുന്നത്. ഖൗലത്ത് ബീവി ചെന്നു. ഖൗലത്ത് ബീവി ചെന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അതിന്റെ മുമ്പ് ഒറ്റ കാര്യം, ഈ ചെറിയ കുട്ടിയും അതുപോലെ തന്നെ ചെറിയ കുട്ടിയെ കല്യാണം കഴിക്കുക അതൊന്ന് ഒരു അത്ഭുതമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് വാപ്പാന്റെ പ്രായമുള്ള ഒരാള്, അല്ലെ, വാപ്പായുടെ പ്രായമുള്ള ഒരാള്. അത് അന്നത്തെ വിഷയത്തിൽ ആദ്യത്തെയും അവസാനത്തെയും അനുഭവമല്ല, അവസാനത്തതുമല്ല, പിന്നെ പിൽക്കാലത്തും ഉണ്ടാകുന്നുണ്ട്. ഇതുപോലുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബ് കല്യാണം കഴിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ കല്യാണം കഴിച്ച, അതായത് അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും ചെറിയ കുട്ടിയാ. ആ അബ്ദുൽ മുത്തലിബ് 18ാം വയസ്സിലാണ് കല്യാണം, അല്ല അബ്ദുള്ള 18ാം വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അബ്ദുള്ള കല്യാണം കഴിച്ചത് ആരെയാ? ആമിന ബീവിയെ. ആ ആമിന ബീവിയുടെ സഹോദരിയെ എന്ന് പറഞ്ഞാൽ ചെറിയ മകൻ ആമിന ബീവിയെ കെട്ടിയതിന്റെ ശേഷം ആ ആമിനയുടെ സഹോദരിയെ ഹാല, അത് ആമിന ബീവിയുടെ എളാപ്പാന്റെ മകളാണ്, എളാപ്പാന്റെ മകൾ ആമിന ബീവിയുടെ അനുജത്തിയാണ്. ആ അനുജത്തിനെ കല്യാണം കഴിച്ചു 90ാമത്തെ വയസ്സിൽ. ആര്? അബ്ദുൽ മുത്തലിബ്. ഒരു ഒച്ചപ്പാടും അവിടെ ഉണ്ടായിട്ടില്ല. അന്നത്തെ സാഹചര്യം പറയാനാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ സാഹചര്യം പറയാനാ പറഞ്ഞത്. ചെറിയ മരോളെ അനുജത്തിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഹാലയും ആമിനയും ഏകദേശം സമപ്രായക്കാരാണ്, അനുജത്തിയാണ്. പിന്നെയോ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചെറുപ്പക്കാരിയായ തന്റെ മകൾ ഹഫ്സയെ കെട്ടാൻ നിർബന്ധിക്കുന്നു. അന്നതൊരു വിഷയമല്ല എന്ന് പറയാനാ ഇപ്പൊ ഈ പറഞ്ഞത്. അന്നൊരു വിഷയമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒരു സ്വപ്നം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു പട്ടിന്റെ തുണി, അതിൽ പൊതിഞ്ഞ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടിയെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നബിയെ, ഹാദിഹി ഇംറഅതുക, ഇതിലുള്ളത് നിങ്ങളെ ഭാര്യയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് സ്വപ്നത്തിലാണ്. ഇങ്ങനെ മുഖത്തു നിന്ന് മുണ്ടിങ്ങ് നീക്കിയപ്പം ഫകശഫ്തു അൻ വജ്ഹികി, ആയിഷ ബീവിയോട് ശേഷം നബി തങ്ങൾ പറഞ്ഞതാണ്, അന്ന് ഞാൻ നിന്റെ മുഖത്ത് നിന്ന് മുണ്ടു നീക്കി. ഇത് സ്വപ്നത്തിലാണ്. മുണ്ടു നീക്കിയപ്പം ഫഇദാ അൻതി ഹിയ, അത് നീയായിരുന്നു ആയിഷ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, ഈ യഖു മിൻ ഇൻദില്ലാഹി യുംലിഹ്, ഇത് അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള സത്യമാണെങ്കിൽ, ഈ സ്വപ്നം സത്യമായ സ്വപ്നമാണെങ്കിൽ, കാരണം നബിമാർക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. മൂമിനായ മനുഷ്യൻ കാണുന്ന സ്വപ്നം തന്നെ നുബുവത്തിന്റെ 46-ൽ ഒരു അംശമാണെന്നാണ്. മൂമിനായ മനുഷ്യൻ സത്യസന്ധമായ സ്വപ്നം കണ്ടാൽ. അപ്പൊ പിന്നെ നബി കാണുന്ന സ്വപ്നം ഇത് എവിടെയുള്ള ഹദീസ് അറിയോ? ഇതൊക്കെ എവിടെയോ കെട്ടുകഥയായിരിക്കും കരുതണ്ട. ആയിഷ ബീവിനെ കെട്ടിയതിനുണ്ടാക്കിയൊരു കെട്ടുകഥയാണെന്ന് വിചാരിക്കണ്ട. സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാ. ആയിഷ ബീവിയോട് നബി തങ്ങൾ പറയാണ്, നിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, അപ്പൊ അങ്ങനെ പറഞ്ഞു, ഇത് മോമിനിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ.
വഹിയും റിസാലത്തും ഒന്നും സമ്മതിക്കാത്തവർക്ക് ഇതിന് കഴിയൂല. നമ്മളുടെ കൽബിന്റെ സമാധാനത്തിന് വേണ്ടിയും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പറയുന്നു. ഏതാവട്ടെ, ഹൗലത്ത് ബീവി വന്നു, റസൂലുള്ളാഹിനോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ആയിഷ ബീവിയെ പലരും കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞു. ഇനി ഇത് വിഷയാണ്. നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാല് അബൂബക്കർ സിദ്ദീഖ് ഇന്ന് വരെ വഅദ ലംഘിച്ച ആളല്ല. അപ്പൊ ഹൗലത്ത് ഏതായാലും ചെന്നു, ഉമ്മു റൂമാനെ കണ്ടു. ഉമ്മു റൂമാൻ എന്ന് പറഞ്ഞാല് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്, ആയിഷ ബീവിയുടെ ഉമ്മ. കണ്ടിട്ട് പറഞ്ഞു, യാ ഉമ്മ റൂമാൻ, മാദാ അദ്ഖലല്ലാഹു അലൈക്കും മിനൽ ഖൈരി വൽ ബറക, അല്ലാഹു എന്തൊരു ഖൈറും ബറക്കത്തും നിങ്ങളെ കുടുംബത്തിന് തന്നിരിക്കുന്നത്. ഒന്നാദാക്ക്, എന്താ ഹൗല നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം? ഒന്നുമല്ല, റസൂലുള്ളാഹി യദ്കുറു ആയിഷ, അള്ളാന്റെ റസൂൽ ആയിഷ ബീവിയെ കല്യാണം ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊരു ബർക്കത്താ വരാൻ പോകുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ്. കണ്ടങ്ങള് ഉമറുമാൻ പറഞ്ഞ് ആ കിഴവനോന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ഇവർക്കില്ലാത്ത സങ്കടം എന്തിനാ ഞമ്മക്ക്? ഇവർക്ക് ആർക്കും, ഉമ്മാക്കില്ല, വാപ്പാക്കില്ല, മോക്കുമില്ല സങ്കടം. അവർക്കൊക്കെ പൂർണ്ണ സന്തോഷമേ ഉള്ളൂ. വധിത്തു, എനിക്കിഷ്ടാണ്. അബൂബക്കർ വരട്ടെ, നിങ്ങൾ അബൂബക്കറിനെ വെയിറ്റ് ചെയ്യൂ. അബൂബക്കർ ഇപ്പൊ വരും, സ്ഥലത്തില്ല, വീട്ടിൽ നിന്ന് പുറത്തു പോയതാണ്. പക്ഷേ ഒരു സംഗതി ഉണ്ടല്ലോ, ഇന്നൽ മുത്തഈമിബ്നു അദിയ്യ് ഖദ് കാന ദക്കറഹ അലബനി, മുത്തഈമിബ്നു അദിയ്യ് തന്റെ മകന് വേണ്ടിയിട്ട് കല്യാണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. മുത്തഈമിബ്നു അദിയ്യ് തന്റെ മകന് വേണ്ടിയിട്ട് കല്യാണം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ആയിഷനെ. അബൂബക്കറിൻ വഅദൻ ഖത്തു, അബൂബക്കർ ഇന്ന് വരെ കരാർ ലംഘിച്ച ഒരു അനുഭവവും ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, പഠിച്ചോനെ, എനിക്ക് ഏറെ ഇഷ്ടം മുത്തുനബി ആവലായിരുന്നു. മുത്തുനബിയാണ് എന്റെ ബീവി, എന്റെ മോളുടെ ഭാര്യയെ ഭർത്താവാൻ ഞാൻ കൊതിക്കുന്നത്. പക്ഷേ എന്തു പറയും മുത്തഈമിനോട്? മൂപ്പര മകനോട് കല്യാണം ഉറപ്പിച്ചു വെച്ചല്ലോ, നിശ്ചയിച്ചു വെച്ചല്ലോ, അങ്ങനെ പറഞ്ഞുറപ്പിച്ചു പോയല്ലോ, എന്തു ചെയ്യും? അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തഈമിബ്നു അദിയ്യിന്റെ അടുത്ത് പോയി, ഞാനൊന്ന് പോയോക്കട്ടെ. വഅദ ലംഘിക്കാൻ പറ്റൂല, അത് അവരുടെ അടുത്ത് വലിയൊരു മഹാപാപാണ്. പക്ഷേ എങ്ങനെയെങ്കിലും ഐഡിയപരമായിട്ട് വീഴ്ത്താൻ പറ്റുമോ നോക്കട്ടെ. ചെന്ന് എന്താ നമ്മളെ കല്യാണമൊക്കെ അങ്ങനെ നടത്താനൊക്കെ തീരുമാനിച്ചല്ലേ ഒക്കെ പറഞ്ഞപ്പോ മുത്തഈമിബ്നു അദിയ്യിന്റെ ഭാര്യ പറഞ്ഞു, ലഅല്ലന ഇൻ അൻകഹനാ ഹാദ സബിയ ഇലൈക തുസ്ബിഹു. ഒരു പേടിയുണ്ട് സിദ്ദീഖേ. എന്താ? ഞങ്ങളെ മകനെ കൊണ്ട് നിങ്ങളെ മകളെ കെട്ടിച്ചാല് നിങ്ങൾ ആ മുഹമ്മദിന്റെ പാർട്ടി കൂട്ടുമോന്നൊരു പേടി ഇങ്ങനെ ഉണ്ട്. ഞങ്ങളെ മകനെ നിങ്ങൾ മുഹമ്മദിന്റെ പാർട്ടി കൂട്ടുവോ, മതം മാറ്റിക്കളയോ എന്നുള്ള പേടിയുണ്ട്. പുതിയാപ്പിള അമോഷന്റെ ഒപ്പം ഇങ്ങനെ നിന്നിട്ട് പിന്നെ മതം മാറി പോവോ എന്നുള്ളൊരു പേടി ഇങ്ങനെ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. തുദ്ഖിലുഹു ഫീ ദീനിക്കല്ലദീ അൻത അലൈഹി, നിങ്ങളെ മതത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു വലിയൊരു സമാധാനമായി. അബൂബക്കർ റളിയല്ലാഹു നേരെ മുത്തഈമിബ്നു അദിയ്യിനോട് ചോദിച്ചു, ഉള്ളിലുള്ള കഥ അറിയില്ല. മുത്തഈമിബ്നു അദിയ്യിനോട് ചോദിച്ചു, മാ തഖൂലു അൻത, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ചോദിച്ചു. നിങ്ങളെ ഭാര്യ എങ്ങനെ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ ഈ വിഷയത്തിൽ പറയാനുള്ളത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇന്നഹു അഖൂലു മാ തസ്മഅ, നിങ്ങളിപ്പോ കേൾക്കണത് എന്താ എന്നെ എനിക്കും പറയാനുള്ളത്. മുത്തഈമിബ്നു അദിയ്യ് എന്ന് പറഞ്ഞാൽ ഓളെന്തേ പറഞ്ഞത് കേട്ടത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു എന്നാ പിന്നെ നമ്മൾ തമ്മിൽ പിണങ്ങണ്ട. അബൂബക്കർ റളിയല്ലാഹു വീണ് കിട്ടിയതാണ്, നമ്മൾക്ക് തമ്മിൽ പിണങ്ങണ്ട. പറഞ്ഞു വെച്ചത് തൽക്കാലം അങ്ങ് ക്യാൻസൽ ചെയ്യാ, ഒരു കാര്യം ചെയ്യാം, ഞാനത് വേണ്ടെന്ന് വെച്ചോളാം. സന്തോഷത്തിൽ തുള്ളിച്ചാടി വരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. വന്നിട്ട് ഖൗലാ ബീവിയോട് പറഞ്ഞു, ഖൂലി ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫല്യഅതി, നബി തങ്ങളോട് വേഗം പോയി വരാൻ പറയൂ. വിളിച്ചു വരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ബഹുമാനപ്പെട്ട ബീവി ആയിഷുമ്മ റളിയല്ലാഹു അൻഹായെ കല്യാണം കഴിക്കുന്നു. 6ാമത്തെ വയസ്സിൽ. എന്തിനിങ്ങനെ ഒരു റിസർവേഷൻ നടത്തി? വേണം, കാരണം ഇത് ഗുണമൊത്ത കുട്ടിയായതുകൊണ്ടാ ഈ വയസ്സാണതിന് മുമ്പ് ഓരോരുത്തർ വന്ന് നമ്പർ ചെയ്ത് പോണത്, നമ്പറിട്ട് പോകുന്നത്, ഉറപ്പിച്ചു വെക്കുന്നത്. അതുകൊണ്ട് 9ാം വയസ്സിൽ കല്യാണത്തിന്റെ പ്രായപൂർത്തി എത്തിയതിന്റെ ശേഷം, അറേബ്യൻ സാഹചര്യത്തിൽ ഇപ്പോ തന്നെ കുട്ടികൾക്ക് നല്ല തടിയും വലിപ്പമൊക്കെ ഉണ്ടാവും, 9 വയസ്സായ കുട്ടികൾ തന്നെ. എന്നാൽ അന്നത്തെ സാഹചര്യം ഒന്നും കൂടെ മെച്ചത്തിലായിരിക്കാം. കാരണം ഇങ്ങനെ പിറകോട്ട് വരുന്ന ഒരു ആളുകളുടെ വലിപ്പവും വണ്ണവും ഒക്കെ കുറഞ്ഞു വരുന്ന അവസ്ഥയാ പലപ്പോഴും കാണുന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു, ബഹുമാനപ്പെട്ട ആയിഷുമ്മ റളിയല്ലാഹു അൻഹാ, അവരുടെ അറിവ് വളരെ വിശാലായിരുന്നു. ആ ബുദ്ധിയുള്ള കുട്ടിയെ റസൂലുള്ളാഹിക്ക് കിട്ടുന്ന, അതുകൊണ്ട് ഉമ്മത്തിന് എന്ത് ഗുണം കിട്ടിയെന്നറിയോ നിങ്ങൾ?
അന്ന് ആ ഒരു റിസർവ് അള്ളാഹു ചെയ്തത് കൊണ്ട് കിട്ടിയ ഗുണേ 3000 ചില്ലാനം ഹദീസുകൾ ആ മൊത്തം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 2210 ഹദീസും ആരാണ്? ആയിഷ ബീവിയാണ്. ഈ സമർത്ഥയായ പെൺകുട്ടിയാണ്. അതുകൊണ്ടല്ലേ വഫാത്താകുമ്പോ പറയാൻ കഴിഞ്ഞത് മുത്തുനബിക്ക് ദീനിന്റെ 2/3 ഭാഗം ഈ ചുവന്ന പെൺകുട്ടിയിൽ നിന്ന് ചോദിച്ചു പഠിച്ചുകൊണ്ടിട്ടോ. ഇത് പറഞ്ഞിട്ട് വഫാത്താകാൻ പറ്റിയത് ആ ബുദ്ധിയുള്ള പെൺകുട്ടി തന്റെ രഹസ്യ പരസ്യ ജീവിതങ്ങള് ഒപ്പിയെടുക്കാൻ ഒപ്പമുള്ളത് കൊണ്ടാണ്. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ വിവരമുള്ള ആള് ഉർവത്ത് ഇബ്നു സുബൈർ പറയാൻ, ഖുർആനും ഫറായിദും ഹലാലും ഹറാമും കവിതയും എല്ലാം നന്നായി അറിയുന്ന ഒരാളെ ആയിഷയേക്കാൾ നല്ല ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വഹാബത്തിന്റെ അവലംബമായിരുന്നു. മർജിഅൻ ലി അസ്ഹാബി റസൂലില്ലാഹ് കാനത്ത് മർജിഅൻ ലി അസ്ഹാബി റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന് ഒരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ കൺഫ്യൂഷൻ ആയാൽ, മസല കൺഫ്യൂഷൻ ആയാൽ പോകുക അവിടെയാണ്. ഇൻദമാ യുഷ്കിലു അലൈഹിം അംറുൻ, എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായ അപ്പൊ പോകും. എന്നിട്ട് സ്വഹാബ് അബൂ മൂസ അശ്അരി പറയാണ്, മാ അശ്കല അലൈനാ സ്വഹാബ റസൂലില്ലാഹ് ഹദീസുൻ ഖത്തു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സംശയം, ഒരു ഹദീസിൽ ഒരു സംശയം വരികയാണെങ്കിൽ ഫസഅൽനാ ആയിഷ, ഞങ്ങൾ പോയിട്ട് ആയിഷാനോട് ചോദിക്കുകയാണെങ്കിൽ ഇല്ലാ വജദ്നാ ഇൻദഹാ മിൻഹു ഇൽമ, ആയിഷാന്റെ അടുത്ത് അതിന് പരിഹാരം ഉണ്ടാവും. കൃത്യമായ വിവരം കൊണ്ട് പറഞ്ഞു തരും. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാ, ഇത്രയും സമർത്ഥയായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷ ബീവി ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം ബഹുമാനപ്പെട്ട ആയിഷയോടായിരുന്നു റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി പറഞ്ഞു, മറ്റു ഭാര്യമാരെക്കാൾ എനിക്കൊരുപാട് പ്രത്യേകതകളുണ്ട്. 10 വിഷയങ്ങളിൽ മറ്റു ബീവിമാരെക്കാൾ എനിക്ക് ശ്രേഷ്ഠതയുണ്ട് നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ. വലാ ഫഖറ, ഞാൻ തന്നെ പൊക്കിയാവുകയല്ല. ആയിഷ ബീവി പറയാ, ഉള്ളതുപോലെ പറയാട്ടോ, നിങ്ങൾ വണ്ണം വെക്കാന്ന് വിചാരിക്കണ്ട. മറ്റു ബീവിമാരെക്കാൾ 10 മഹത്വങ്ങൾ എനിക്കുണ്ട്. ഒന്ന്, കുന്തു അഹബ്ബ നിസായിഹി ഇലൈഹി, ഞാൻ ജ്യേഷ്ഠന്റെ എണ്ണ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഞാനായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട പുരുഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്റെ വാപ്പയായിരുന്നു. ഒക്കെ അങ്ങനെയാ വരുന്നത്. 7-ാം വയസ്സിലാണ് എന്നെ കല്യാണം ചെയ്തത്. 6 വയസ്സ്, 7-ാമത്തെ വയസ്സിലേക്ക് ചാടി. 9 വയസ്സ് പൂർത്തിയായപ്പോൾ ഞാനുമായി വീട് കൂടി. അതുപോലെ തന്നെ ഇഫ്ക് വന്നപ്പോ, എന്നെ കുറിച്ചുള്ള വ്യഭിചാരോപണത്തിന്റെ കഥ വന്നപ്പോ, ആ പച്ച കള്ളം അത് കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ ലോകത്തു നിന്ന് എന്റെ നിരപരാധിത്വം വ്യക്തമായി ആയത്തിറക്കപ്പെട്ട ബീവി ഞാനാണോ? ബഹുമാനപ്പെട്ട ബീവി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണശയ്യയിൽ വഫാത്തിന്റെ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നെ എല്ലാ ബീവിമാരെടുത്തും ഇങ്ങനെ പോകാൻ കഴിയില്ല. പറ്റ വഷളായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നീലാ ഖുവ അല തറദ്ദുദി അലൈകുന്ന, ഇനി നിങ്ങളെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തൊക്കെ എനിക്കങ്ങനെ വന്നു പോരാൻ കഴിയൂലട്ടോ. എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ പറഞ്ഞതാണ്. എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് നബി പറഞ്ഞു, നിങ്ങൾ എല്ലാവരുടെ അടുത്തൊക്കെ അങ്ങനെ വരാൻ പറ്റൂല, പറ്റ ബുദ്ധിമുട്ടായിട്ടുണ്ട്, കിടപ്പിലായി പോയി. അതുകൊണ്ട് ഞാന് ഏതെങ്കിലും ഒരാളെ അടുത്ത് താമസിക്കാൻ നിങ്ങൾ എനിക്ക് സമ്മതം തരണം. ഏതെങ്കിലും ഒരുത്തിന്റെ അടുത്ത്, അത് ആരാ നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ. ഒരാളെ അടുത്ത് താമസിക്കാൻ, എല്ലാവരുടെ ഇങ്ങനെ മാറി വരാൻ ഇനി എനിക്ക് കഴിയൂല. ഒരാളെ അടുത്ത് താമസിക്കാൻ എനിക്ക് നിങ്ങൾ സമ്മതം തരണം. ഉമ്മു സലമ, അപ്പോഴാണ് ഉമ്മു സലമ ബീവി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ഖദ് അറഫ്നാ മൻ തുരീദു യാ റസൂലല്ലാഹ്, നബി നിങ്ങളെ മനസ്സിലുള്ളത് ആരെന്ന് ഞങ്ങൾക്കറിയാം. അതാ ഉമ്മു സലമ പറഞ്ഞു, ഒരാളെടുത്ത് ജീവിക്കാൻ എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞപ്പോ ആരെടുത്ത് കിടന്ന് മരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് ഞങ്ങൾക്ക് അറിയാം. തുരീദു ആയിഷ, ആയിഷ ബീവിന്റെ അടുത്ത് പോണെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? അത് അതിനാലൊക്കെ യാ റസൂലല്ലാഹ്, 100% പൊരുത്തം, തങ്ങൾക്ക് പോകാം, ഞങ്ങൾ പെർമിഷൻ തരുന്നു നബിയെ. ഇതാണ് ഉമ്മു സലമന്റെ സംഭവമൊക്കെ പറയുമ്പോ നമുക്ക് ആ പൊരുത്തപ്പെടിപ്പിക്കലൊക്കെ ഒന്ന് പറയാം. എന്താണെന്നറിയോ, നിങ്ങൾ കരഞ്ഞു പോകും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഉമ്മു സലമയുടെ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോ, ഉമ്മു സലമ വഫാത്തിന്റെ നേരത്തൊക്കെ വിളിച്ചിട്ട് പൊരുത്തപ്പെടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ ബഹുഭാരിത്വത്തിൽ ജീവിച്ചപ്പോഴേ നമ്മൾ ഈ ചക്കുളത്തികൾ എന്ന് പറയുമല്ലോ, വറായിർ, നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ, ഉണ്ടായിരുന്നല്ല ഉണ്ടാവാം,
അങ്ങനെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞ രംഗം അത് ആയിഷ ബീവി ഹാൻഡിൽ ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് വല്ലാത്ത അത്ഭുതകരമായ സംഗതിയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് എത്തുമ്പോ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ അടുത്തേക്ക് പോരാൻ ആഗ്രഹിച്ചു. അവരെന്റെ അടുത്തേക്ക് വിടാൻ എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഭക്ഷണം എന്റെ തുപ്പുനീരായിരുന്നു. എന്താ കാരണം? അവസാനം നബി തങ്ങൾ എനിക്ക് മിസ്വാക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അറാഖ് കൊണ്ട് മിസ്വാക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. മരിക്കാൻ കിടക്കുന്ന ആൾക്ക് മിസ്വാക്ക് ചെയ്ത് കൊടുക്കൽ സുന്നത്തുണ്ടല്ലോ. മിസ്വാക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്റെ വായിലിട്ട് ചവച്ച എന്ന് പറഞ്ഞാൽ ഈ അറാഖൊന്ന് പദം വരുത്താൻ വേണ്ടി ഞാൻ കടിച്ചു ചവച്ച ആ ഉമിനീരാണ് മുത്തുനബിയുടെ വായിൽ അവസാനമായത്. എനിക്ക് മാത്രം കിട്ടിയ അവസരമാണ്. എന്റെ മിസ്വാക്ക് കൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹിക്ക് മിസ്വാക്ക് ചെയ്തു കൊടുത്തത്. വഖുബില ബൈന ഹിജ്രി വനഹരി, എന്റെ മാറിടത്തിന്റെയും എന്റെ മടിയുടെ എന്തെന്നാ എന്റെ മടിയിൽ കിടന്നിട്ട് എന്റെ മാറിടത്തിനും എന്റെ മടിയിലും അതിന്റെ ഇടയിൽ കിടന്നുകൊണ്ടാണ്, എന്റെ മടിയിൽ കിടന്നുകൊണ്ട് എന്റെ മാറിടത്തിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ടാണ് മുത്തുനബി ലോകത്തോട് വിട പറഞ്ഞത്. ബീവി ആയിഷുമ്മ റളിയല്ലാഹു അൻഹാ, ഈ ആയിഷ ബീവി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖമുല മിനർ റിജാലി കസീർ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ മതിയായ കുറെ ആളുകളുണ്ട്. പൂർണ്ണരായ എല്ലാ നിലക്കും പെർഫെക്റ്റായ കുറെ ആളുകൾ പുരുഷന്മാരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ വലം യഖുമുൽ മിനൻ നിസാ, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അത്രത്തോളം മഹദികളില്ല. ഉണ്ടെങ്കിൽ അത് ഇല്ല ആസിയ ഇംറഅതു ഫിർഔൻ വ മറിയം ബിൻതു ഇമ്രാൻ വ ഇന്ന ഫളല ആയിഷത അല നിസാഇ കഫളരി സരീദി അല സായിരി തുആം. സയ്യിദുനാ റസൂലുള്ളാഹി 2-3 പെണ്ണുങ്ങളെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഒന്ന് ആസിയ, ഫിർഔന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ. 2 ഇമ്രാന്റെ മകൾ മറിയം റളിയല്ലാഹു അൻഹ. 3 ആയിഷയാണ്. ആയിഷക്ക് പത്തിരിക്ക് മറ്റ് ഭക്ഷണത്തെക്കാൾ എത്ര മഹത്വമുണ്ടോ അതേ മഹത്വമാണ് മറ്റു പെണ്ണുങ്ങളെക്കാൾ ആയിഷ ബീവിക്കുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ ആയിഷ നബി തങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞതനുസരിച്ച് ഇവർ ഈ പറയുന്നത് പോലെ ആയിഷ ബീവി പ്രയാസപ്പെട്ട് നിർബന്ധിതാവസ്ഥയിൽ കഴിഞ്ഞതായിരുന്നോ? അല്ല. ഒരു നേരം റസൂലുള്ളാഹിനെ റൂമിൽ കണ്ടിട്ടില്ലെങ്കിൽ ആയിഷ ബീവി ചാടി ഇങ്ങനെ തെരയാ. ആയിഷ ബീവിക്ക് ഈ ജീവിതത്തിൽ ഒരു ചടപ്പില്ല. എന്നിട്ട് ഇങ്ങനെ തെരഞ്ഞു കൊടുക്കുക എവിടെ നബി, എന്നിട്ട് ജന്നത്തുൽ ബഖയിലിട്ട് പിടിക്കും. അല്ലെ, നമ്മളിവിടെ പറഞ്ഞതല്ലേ ആ സംഭവമൊക്കെ. രാത്രി നിസ്കരിക്കായിരിക്കും നോക്കുമ്പോ, സുജൂദിൽ കിടക്കായിരിക്കും നോക്കുമ്പോ. സ്ത്രീലമ്പടനാണെങ്കിൽ ഇത്രയും സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയെ വെച്ചിട്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക, ദീർഘനേരം നിസ്കരിക്കുക. എവിടെ പോയി കഴിയാ? ജന്നത്തുൽ ബഖയിൽ പോയി രാത്രി കിടക്കുക, അവിടെ നിസ്കരിച്ചു കൂടുക. ഉമ്മത്തിന്റെ കാര്യം പറഞ്ഞു, നമ്മളെ കാര്യം പറഞ്ഞിട്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഹബീബിനെ പറ്റി പറയുന്നത് നമുക്ക് പൊറുക്കാൻ കഴിയോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബീവി ആയിഷുമ്മയോ മറ്റേതെങ്കിലും ബീവിമാർ നബി തങ്ങളുടെ അടുത്ത് മജ്ബൂറായി മുജ്ബറത്തായി നിർബന്ധിതാവസ്ഥയിൽ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും സ്വയഷ്ടപ്രകാരമാണ്. കാരണം എന്താ? ഒരു ചെറിയ വിവാദം ഉണ്ടായിരുന്നു. നബി തങ്ങളോട് ഇവർ പറഞ്ഞു, ആര്? ആ ബീവിമാര് പറഞ്ഞു, നബിയെ ഇപ്പം ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്, എന്നാലും ചെലവൊന്ന് മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് തങ്ങൾ തരുന്ന ചെലവ്, ഭാര്യമാർക്ക് തരുന്ന ചെലവൊന്ന് മെച്ചപ്പെടുത്തണം. അത് അള്ളാഹ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്യാവശ്യം കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്ന് മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു എപ്പോഴും അങ്ങനെയാണ്. നബി തങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ മുമ്പൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. തേൻ കുടിച്ചപ്പോ അതിലിടപെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞല്ലോ. ഷുഗർ രോഗി പഞ്ചസാര എനിക്ക് ഹറാമാന്ന് പറയും പോലെ ഒരു ഫർസിൽ പറഞ്ഞിട്ടുണ്ട്. ഏത്? ഇനി തേൻ ഞാൻ തൊടൂല, അത് ഹറാമാണ് പറഞ്ഞാൽ ശറഈയായ ഹറാമാണ് എന്നല്ല ഇതിന്റെ അർത്ഥം, ഭാഷാപരമായ ഹറാം. ഷുഗർ രോഗി പഞ്ചാര ഹറാമാന്ന് പറയും പോലെ. അപ്പൊ നബി അള്ളാഹ് ചോദിച്ചു, ലിമ തുഹരിമു മാ ഹല്ലല്ലാഹു ലക, എന്തിനാ നബി അള്ളാഹ് ഹലാലാക്കി നിങ്ങളെ ഹറാമാക്കണം? തബ്തഗി മർളാത്ത അസ്വാജിക്, മറ്റുള്ളവരൊക്കെ ഭാര്യമാരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ ഭാര്യമാരെ പൊരുത്തം കിട്ടാൻ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ തിന്നണവും കുടിക്കണോ ഒക്കെ തിന്നുക, ഇങ്ങോട്ട് ഇഷ്ടമുള്ളവര് നിന്നാ മതി. അങ്ങനെയാണ് ഇതിന്റെ അള്ളാന്റെ നിലപാട്. നോക്കുങ്ങൾ, ബീവിമാരോട് അള്ള പറഞ്ഞു, ആയത്തിറക്കി, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ. നബിയെ തങ്ങളെ ബീവിമാരൊക്കെ വിളിച്ചിട്ട് ഒരു വിവരം തങ്ങൾ പറയണം. സൂറത്തുൽ അഹ്സാബ് 28-29. നബിയെ ഖുൽ ലിഅസ്വാജിക, നിങ്ങളെ ബീവിമാരോട് നിങ്ങൾ പറയണം, ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിന്റെ ടിപ് ടോപ്പുകളാണോ വേണ്ടത്? ഇവിടെ വലിയ സൗകര്യവും കാര്യമാണോ നിങ്ങൾക്ക് വേണ്ടത്? വസീനതഹ, ഭൗതിക ജീവിതവും അതിന്റെ ടിപ് ടോപ്പുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഫതആലൈൻ, വരൂ, ഉമത്തിഉകുന്ന വഉസരിഹുകുന്ന,
നിങ്ങൾക്കൊക്കെ ഞാൻ മോചനദ്രവ്യം നൽകി നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം, ഒക്കെ തൊലാക്കയിൽ വിടാം. ഉസരിഹുക്കുന്ന സറാഹഞ്ചബിൽ ആരെയും വെച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, നല്ല നിലക്ക് വിട്ടുതരാം. എന്നിട്ട് വേറെ ആരോടെങ്കിലും കല്യാണം കഴിച്ചു വലിയ മുതലാളിമാരുടെ ഒക്കെ കൂടെ ജീവിച്ചോളൂ. വൈൻ കുന്തുന്ന തുരിദിനല്ലാഹ വറസൂല, അല്ലാഹുവിനെ റസൂലിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വദ്ദാറൽ ആഖിറ പരലോകം കിട്ടണമെന്നുമാണ് മോഹമെങ്കിൽ, ഫഇന്നല്ലാഹ അദ്ദലിൽ മുഹ്സിനാത്തി മിൻകുന്ന അജ്റൻ അദീമ, നിങ്ങളിൽ നിന്ന് നല്ല പെണ്ണുങ്ങൾക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്, എന്താ വേണ്ടത് ചോദിച്ചു നോക്കണം. അങ്ങനെ നബി ഓരോ ബീവിമാരെ വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കുക ചെയ്തത്. അതിൽ ആയിഷ ബീവിനോടും ചോദിച്ചു, എല്ലാരോടും ചോദിച്ചു. ആയിഷ ബീവി പറയാണ്, നബി എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നബി നിങ്ങളിത് എല്ലാരോടും ചോദിക്കണം എന്നാണ്. ആയിഷ ബീവി എല്ലാരോടും ചോദിക്കണം, എന്ത് ഒന്ന് മെച്ചപ്പെടുത്തണം എന്ന് ഭാര്യമാര് മൊത്തം പറഞ്ഞതാ. എന്നിട്ട് ഇത് ഓരോരുത്തരെ വിളിച്ചിങ്ങനെ ചോദിച്ചപ്പോ ആയിഷ ബീവി പറഞ്ഞു, നബി എല്ലാരും വിളിച്ച് ചോദിക്കണം, പിന്നെ ഞാൻ എന്താ പറഞ്ഞത് നോലോട് പറയണ്ട കേട്ടോ. വിഷയം തിരിഞ്ഞില്ലേ? ഞാൻ എന്താ പറഞ്ഞത് നോലോട് പറയണ്ട. അഖ്താറുക യാ റസൂലല്ലാഹ്, ഒരു വറ്റും തിന്നാനില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ടത് നബിയെ. ഇതാണ് ആയിഷ ബീവിക്ക് നബിയോടുള്ള നിലപാട്. ഇതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ആയിഷ ബീവിക്ക് ഇല്ലാത്ത സങ്കടം വരും, എനിക്ക് നിങ്ങളെയാ വേണ്ടത്. പക്ഷെ ആ കാര്യങ്ങൾ മറ്റവരോട് പറയരുതിട്ടാണ്. കാരണം അഥവാ ഒരു പോവുകയാണെങ്കിൽ അല്ലെ, വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ എന്തെന്നെ വേണ്ട, പറയണ്ട. നിങ്ങൾ ആയിഷ ബീവി പറഞ്ഞു, എന്റെ നിലപാട് നിങ്ങൾ വേറെന്നോരോട് പറയണ്ട, ഓരോരുത്തരോട് സ്വതന്ത്രമായിട്ട് നിലപാട്. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ മനസ്സിൽ വിചാരിച്ചു ചിലരെങ്കിലും കുറച്ച് പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ. അപ്പൊ ഈ പ്രയാസം ഓർത്തിട്ട് ഏതെങ്കിലുമൊക്കെ വലിയ ആളുകളുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുമെന്ന്. അപ്പൊ പിന്നെ ചർച്ച ചെയ്ത് നോക്കുമ്പോ എല്ലാരും മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു, ഏത് എനിക്ക് മാത്രം റസൂലുള്ളാഹിനെ കിട്ടിയെങ്കിൽ എന്നുള്ള ചിന്തയായിരുന്നു, എനിക്ക് മാത്രം മുത്തുനബിയെ കിട്ടിയെങ്കിൽ എന്നായിരുന്നു. ചുരുക്കി പറഞ്ഞ ആരും പോയില്ല, എല്ലാരും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് തന്നെ നിന്നു. ഇതാണ് സംഭവം. ആരും നിർബന്ധിച്ച് നിർത്തിയിട്ടില്ല, ചോയ്സ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ബുദ്ധി കൂർമ്മത ആയിഷ ബീവിയുടെ പ്രത്യേകതയായിരുന്നു. ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചത്, ആ ചെറുപ്പം മുതൽ ഇൽമു പഠിക്കാൻ പറ്റുന്ന നല്ല പ്രായം. 9 വയസ്സ് മുതൽ മുത്തുനബിയെ കേട്ടും കണ്ടും ഇങ്ങനെ പഠിക്കുകയാണ്. മാത്രമല്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖിന്റെ കൂട്ടുകാരനാ സയ്യിദുനാ റസൂലുള്ളാഹി എപ്പോഴും ഉണ്ടാവും. വഹിയിറങ്ങുന്നത് ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ റൂമിലായിരുന്നു അധികവും വഹിയിറങ്ങിയിരുന്നത്. പിന്നെയോ അറിയാനുള്ള ജിജ്ഞാസ ആയിഷ ബീവിക്ക് കൂടുതലായിരുന്നു. എന്തൊന്നറിയാത്തതുണ്ടെങ്കിലും ഉടനെ നബിയോട് ചോദിക്കും, ചോദിച്ചതെറ്റ മറക്കുകയുമില്ല. വളരെ ചെറുപ്പം മുതൽ തന്നെ ഉപ്പ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന്റെ ശറഫാക്കപ്പെട്ട വായിൽ നിന്ന് ഖുർആൻ ഇങ്ങനെ കേട്ടുവരികയാണ്. നല്ല ഓർമ്മശക്തി മറ്റൊരു പ്രത്യേകതയാണ്. ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആയിഷ ബീവി പറഞ്ഞത്, ലഖദ് നസല ബിമക്കത അലാ മുഹമ്മദിൻ, മുഹമ്മദ് റസൂലുള്ളാഹി മക്കയിലാകുമ്പോൾ നബി തങ്ങളുടെ മേൽ ആയത്തിറങ്ങുമ്പോ വഇന്നീ ലജാരിയത്തുൻ അൽഅബു, ഞാൻ കളിക്കുന്ന കൊച്ചു ബാലികയായിരുന്നു, ഞാൻ കളിക്കുട്ടിയായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയത്തിറങ്ങി, നബി തങ്ങളുടെ മേൽ ആയത്തിറങ്ങി, ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ എന്ന ആയത്തിറങ്ങിയത് അന്നാണ്. അങ്ങനെ പറയാനറിയാം, ചെറുപ്പത്തിലാണത്. കളിക്കുട്ടിയായിരുന്ന കാലത്ത് ഇറങ്ങിയ ആയത്ത് കറക്റ്റ് പറയാം. ഏത്? ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ എന്ന് പറഞ്ഞ ആ ആയത്ത് ഞാൻ കേട്ടത് കളിക്കുട്ടിയായിരുന്ന കാലത്താണ്. മക്കയിൽ വെച്ചത് അവതരിച്ചത് ഞാൻ കേട്ടത്. സൂറത്തുൽ ബഖറയും സൂറത്തുൽ നിസാവും ഇറങ്ങുമ്പം മുഴുവനായിട്ടും ഞാൻ നബി തങ്ങളുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏത്? സൂറത്തുൽ ബഖറയും എത്ര നീളമുള്ള സൂറത്താ. ഈ 2 സൂറത്ത് ഇറങ്ങുമ്പോ മുഴുവൻ ഇല്ലാവാന എന്തഹു, ഞാൻ നബിന്റെ അടുത്ത് ഇല്ലാതെ അത് ഇറങ്ങിയിട്ടില്ല. അത് ഒരുമിച്ച് ഇറങ്ങിയതല്ല, പല ഘട്ടങ്ങളിൽ ഇറങ്ങിയതാ സൂറത്തുൽ ബഖറയും സൂറത്തുൽ നിസാവും. ആ ഘട്ടങ്ങളിലൊക്കെ ഞാൻ നബി തങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അതാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ഒരു മുഫസ്സിറിന് വേണ്ട എല്ലാ കഴിവും, ഭാഷാപരമായ കഴിവും ഓർമ്മശക്തിയും എല്ലാം അല്ലാഹു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മർജിയായി, അവലംബമായി ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ 9ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. റസൂലുള്ള എത്രാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ട മഹദിയെ കല്യാണം കഴിക്കുന്നത്? ഈ 53ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ 63-ൽ വഫാത്താകുമ്പോൾ ബീവി ആയിഷക്ക് 18 വയസ്സ്. 18 വയസ്സ്. നമ്മളെ നാട്ടിലൊരു കുട്ടിനെ കെട്ടിക്കുന്ന പ്രായം. അപ്പൊ ആരായി? വിധവയായി. ഇനി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയതുകൊണ്ട് വേറൊരാളോട് കല്യാണം കഴിക്കാനും പറ്റൂല.
ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയതുകൊണ്ട് വേറൊരാളോട് കല്യാണം കഴിക്കാനും പറ്റൂല. എന്നിട്ട് ആ ജീവിതം എത്ര കാലം ജീവിച്ചു? ഒരു കറുത്ത പുള്ളിയില്ല. ഹിജാബിന്റെ പിറകിൽ നിന്നല്ലാതെ ഞങ്ങളോട് സംസാരിച്ചില്ല. ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന്റെ ശേഷം എല്ലാവരുടെയും നിലപാടതായിരുന്നു, ഹിജാബിന്റെ പിറകിൽ നിന്നല്ലാതെ ഞങ്ങളോട് സംസാരിച്ചില്ല എന്ന് മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നിട്ട് 50 കൊല്ലത്തോളം, കറക്റ്റ് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 65ാമത്തെ വയസ്സില് ബഹുമാനപ്പെട്ട ബീവി ആയിഷുമ്മ റളിയല്ലാഹു അൻഹ വഫാത്താവുകയാണ്. 67ാമത്തെ വയസ്സ്. 67ാമത്തെ വയസ്സിൽ എത്ര ഉണ്ട്? 49 അല്ലേ? 49 വയസ്സ്. 18ലാണ് വിധവയാകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 50ഓളം കൊല്ലം, അരനൂറ്റാണ്ട് ഈ ഉമ്മത്തിന് വേണ്ടി ജീവിച്ചതാണ് ബീവി ആയിഷുമ്മ റളിയല്ലാഹു അൻഹ. ഇൽമ കിട്ടിയത് അവിടെ നിന്നാണ്. ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ പാഠശാല ആയിഷ ബീവിയുടെ ഹുജ്റത്തു ശരീഫയാണ്. ഹിജാബിന്റെ ഇപ്പുറത്ത് നിന്ന് കാര്യങ്ങൾ അന്വേഷിക്കും, അറിയും, അത് പകർത്തും, ഇങ്ങനെ പോരും. ഹിജറ 58ാം വർഷത്തില് 67ാമത്തെ വയസ്സിൽ ബീവി വഫാത്തായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. ബീവിയുടെ ജനാസ നിസ്കരിച്ചു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇനി ബഹുമാനപ്പെട്ട ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹയാണ് അടുത്തത്. അതും കൂടെ ഒന്ന് പറഞ്ഞാല് 5 മിനിറ്റും കൂടി ആയിക്കൂടെ? എന്നാൽ നമുക്ക് അടുത്ത ആഴ്ച തീരുള്ളൂ. അതിനാണ് 5 മിനിറ്റും കൂടി എടുത്താൽ അടുത്ത ആഴ്ചയും കൂടി ആയാൽ ഇൻഷാ അല്ലാഹ് ഭംഗിയായിട്ട് തീരും. 11 ആളെയും പറയാം. ബഹുമാനപ്പെട്ട ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന്റെയും 5 വർഷം മുമ്പാണ് ജനിച്ചത്. അപ്പോ നബി തങ്ങൾക്ക് 40 വയസ്സാകുമ്പോ ഹഫ്സ ബീവിക്ക് 5 വയസ്സ് എന്നർത്ഥം. 5 വയസ്സ് ഹഫ്സ ബീവിയെ കല്യാണം കഴിച്ചിരുന്നത് പ്രമുഖനായ സ്വഹാബി ഹുനൈസ് ഇബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബഹുമാനപ്പെട്ടവർ 2 ഹിജ്റയിലും പങ്കെടുത്തിട്ട്, അർഷയിലേക്കും ഹിജ്റ പോയിട്ടുണ്ട്, പിന്നെ മദീനയിലേക്കും ഹിജ്റ പോയിട്ടുണ്ട്. 2 ഹിജ്റയിലും പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ടും എത്തി. ആ മദീനയിൽ വെച്ച് ഒരു സമരക്കളത്തിലേറ്റ മുറിവ് കാരണമായിട്ട് ബഹുമാനപ്പെട്ടവർ വഫാത്താവുന്നു. പരിക്ക് കാരണമായിട്ട് ഈ ഹുനൈസ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ഭാര്യ ഹഫ്സ ബീവി നല്ല പ്രായം, യുവത്വത്തിന്റെ പ്രസരിപ്പിലാണുള്ളത്. കേവലം 20 വയസ്സ്. 20 വയസ്സിൽ വിധവയായി ആര്? ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സ ബീവിന്റെ കണ്ണും മോറും കാണുമ്പോഴേക്ക് സങ്കടപ്പെടും. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ? ഇദ്ദ കയ്യോളും താങ്ങി പിടിച്ചു നിന്നു. ഇദ്ദ കഴിഞ്ഞോടുകൂടെ വാപ്പാക്ക് പിന്നെ ഈ ടെൻഷനായി. അങ്ങനെ ഉണ്ടാകും. നമ്മളെ ഈ സദസ്സിലൊക്കെ എത്രയോ ആളുകൾ ഉസ്താദേ ഒരു മകള് കല്യാണം ഒഴിഞ്ഞു നിൽക്കുക, നല്ല ബന്ധം കിട്ടണം അല്ലേ, എത്ര പറഞ്ഞ്, എന്തൊരു വേദനയാണത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ വേദനയായ എപ്പോഴും. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? ഞങ്ങള് ഉമർ റളിയല്ലാഹു അൻഹു പതുക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്റെ മോളെ ഹസ്സനെ കെട്ടണം. നോക്ക് നിങ്ങള്, ഇതാ ഞാൻ പറഞ്ഞ അന്നത്തെ ഒരു നിലപാട് ഇതാണ്. ഇത് നിങ്ങൾക്ക് സംഭവം തിരിയില്ലേ? ഏത് 20 വയസ്സുള്ള മോളെ കെട്ടാൻ വേണ്ടിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. തന്നെക്കാൾ പ്രായമുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉപ്പയുടെ പ്രായമുണ്ട്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല, മിണ്ടിയത് തന്നെയല്ല. അതത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബദാലിയൽ യൗമ അല്ലാത്തത്, ഇപ്പൊ കല്യാണം കഴിക്കാൻ പ്ലാൻ ഇല്ല. അങ്ങനെയൊക്കെയാണ് മറുപടി. ഇപ്പൊ അങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് ചോദിച്ചപ്പോ ഇപ്പൊ അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു പരിപാടി ഇല്ല. സുബ്ഹാനല്ലാഹ്, ആകെ തകർന്നു. ഇവർ രണ്ടാളും കെട്ടണില്ലെങ്കിൽ ഇപ്പൊ ആരാണ് എന്റെ വിധവയായ പെണ്ണിനെ ഏറ്റെടുക്കുക, എന്റെ ഹഫ്സനെ ഏറ്റെടുക്കുക? സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന്റെ മുമ്പ് അല്ലാഹു റസൂലുള്ളാഹിക്ക് വഹി നൽകുന്നു, നബിയെ ഹഫ്സ വിധവയായിട്ടുണ്ട്, നിങ്ങളും അബൂബക്കറും തമ്മിൽ കെട്ടുബന്ധമുണ്ട്, നിങ്ങളും ഉസ്മാനും തമ്മിലും കെട്ടുബന്ധമുണ്ട്. ഉസ്മാൻ അള്ളാഹിന്റെ ഒരു മകളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അബൂബക്കർ അള്ളാഹിന്റെ മകൾ ആയിഷനെ ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ട്. ആയിഷനെ അങ്ങോട്ട് കെട്ടിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമാനെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇക്കൂട്ടത്തിൽ ഒരാൾ ഒറ്റപ്പെടരുത്, സയ്യിദുനാ ഉമർ. അവരെ മകളങ്ങള് കല്യാണം കഴിക്കണം. നബിയോട് പറയാണ്, ആ വിധവയെ നിങ്ങൾ ഏറ്റെടുക്കണം. ഇത് നബിന്റെ മനസ്സിലുണ്ട്. നബി സ്വകാര്യമായിട്ട് ആരോട് പറഞ്ഞു? അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ഒന്നും മിണ്ടാതിരുന്നത്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നെ മൂപ്പരുടെ നിലപാടാണ് പറഞ്ഞത്, ഇപ്പൊ അങ്ങനെ കല്യാണം കഴിക്കുന്ന ഒരു പരിപാടി ഇല്ല. മറ്റേയാളൊന്നും വേണ്ടിയില്ല. അങ്ങനെ നബി തങ്ങളോട് എന്ന് സങ്കടം പറഞ്ഞു. ആര്?
ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ മറുപടി, യതസവ്വജു ഹഫ്സത മൻ ഹുവ ഖൈറും മിൻ ഉസ്മാൻ യതസവ്വജു ഉസ്മാൻ മൻ ഹുവ ഖൈറും മിൻ ഹഫ്സ. ഹഫ്സയെ ഉസ്മാനേക്കാൾ നല്ല ഒരാൾ കിട്ടും. ഉസ്മാൻ ഹഫ്സയേക്കാൾ നല്ല ഒരാളെയും കല്യാണം കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു പിടുത്തം കിട്ടിയില്ല. നബി തങ്ങളുടെ ഒരു ബീവി ആരുടെ ഭാര്യയാണപ്പം? ഖദീജ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. എന്നിട്ട് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതിലും നല്ല ഒരാൾ എന്ന് പറഞ്ഞാൽ നബിന്റെ മകളാണ്. ജ്യേഷ്ഠത്തിനെ കെട്ടിക്കും, ജ്യേഷ്ഠത്തെ അളവിലുള്ളോട് അഞ്ചത്തിനെ കെട്ടിച്ചും കൊടുക്കൂലല്ലോ. ഒരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ ഹഫ്സനെ ഉസ്മാനേക്കാൾ നല്ല ഒരാൾ കിട്ടും. ആരാണാവോ അത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു, യതസവ്വജു ഹഫ്സത മൻ ഹുവ ഖൈറും മിൻ ഉസ്മാൻ യതസവ്വജു ഉസ്മാനു മൻ ഹുവ ഖൈറും മിൻ ഹഫ്സ വഉമറു ലാ യദ്രി മഅനാ ഖൗലി റസൂലില്ലാഹ്. നബി തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല. കാരണം അത്രയും വലിയ ടെൻഷൻ ആയിരുന്നു മനസ്സിൽ. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം ആലോചിച്ചു. കല്യാണം ആലോചിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ കെട്ടിച്ചു കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഈ കെട്ടുബന്ധം ഉണ്ടായത് ഒരു വല്ലാത്ത സംഭവമായിട്ട് ബഹുമാനപ്പെട്ടവർ എപ്പോഴും ഓർക്കുമായിരുന്നു, പറയുകയും ചെയ്യായിരുന്നു. ഇടക്കിടക്ക് ഹഫ്സാ ബീവിനോടും പറയായിരുന്നു. പിന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കണം, റസൂലുള്ളാഹിന്റെ അടുത്ത് നല്ല അടങ്ങി ഒരുങ്ങി നിന്നോണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എന്റെ ചുരുക്ക കണ്ടിട്ടല്ല റസൂലുള്ളാഹി നിന്നെ നിർത്തുന്നത്, എന്നെ വിചാരിച്ചിട്ടാണ് എന്ന് പലപ്പോഴും വാപ്പ മക്കളോട് അങ്ങനെ പറയാലോ. അങ്ങനെ പറയാറുണ്ടായിരുന്നു. എന്നെ വിചാരിച്ചിട്ടാണ് കേട്ടോ റസൂലുള്ളാഹി നിന്നെ പോറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് പെരുമാറണം എന്ന് ഇടയ്ക്കിടെ ഉപദേശിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നല്ല വാപ്പാരങ്ങനെയാണ്, കുട്ടികൾക്ക് ഭർത്താക്കന്മാരോട് നല്ല നിലക്ക് നിൽക്കണം എന്നിങ്ങനെ ഉപദേശിച്ചു കൊടുക്കും. എന്നിട്ട് നിരിതങ്ങൾ കല്യാണം കഴിച്ചപ്പം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹ വഫാത്തായി. റുഖയ്യ മരണപ്പെട്ടു. അപ്പോ ഉമ്മു കുൽസൂമിനെ വീണ്ടും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കെട്ടിച്ചു കൊടുത്തു. നമുക്ക് ഇതൊക്കെ റസൂലുള്ളാഹി മുൻകൂട്ടി അറിയാണ്. കെട്ടിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹായെ കല്യാണം കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് അബൂബക്കർ സിദ്ദീഖിനെ വഴിയിൽ വെച്ച് കണ്ടപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ ലാ തജിദ് അലയ്യ, എന്നോട് ടെൻഷൻ ഒന്നും കരുതരുത് ട്ടോ എന്ന്. അന്ന് ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. അതിന് പിന്നെ മറുപടി കൊടുക്കുക, എന്നോട് വിഷമൊന്നും കരുതരുത്തിട്ടോ. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഖദ് ദക്കറ ഹഫ്സ ബീവിയുടെ ആലോചന നബിതങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അതുകൊണ്ട് നബിന്റെ രഹസ്യം പുറത്താക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അന്ന് മിണ്ടാതിരുന്നതാ. വലവ് തറക്കഹാല തസവ്വജ്തുഹ, ഉറപ്പ് റസൂലുള്ളാഹി കെട്ടൂലെങ്കിൽ ഞാൻ കെട്ടുന്നുള്ള ഉറപ്പ് തന്നെയാണ് മിണ്ടാതിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി കല്യാണം കഴിക്കണില്ലെങ്കിൽ ഞാൻ കെട്ടും, നിങ്ങളെ മകൾക്ക് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാവും, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം അത് പറയാതിരുന്നത് കാരണം റസൂലുള്ളാഹി കല്യാണം കഴിക്കുമല്ലേ എന്ന് ഉറപ്പില്ല. നിങ്ങളെ പൂതിയപ്പിച്ച് പിന്നെ റസൂലുള്ളാഹി കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അതിലും വലിയ ടെൻഷൻ ആവുമല്ലോ. അപ്പൊ അന്ന് ഞാൻ അത് നിങ്ങളോട് പറഞ്ഞില്ല. അങ്ങനെയാണ് ഹഫ്സ ബീവിയുമായിട്ടുള്ള കല്യാണം ഉണ്ടാകുന്നത്. ഹഫ്സ ബീവി വിശുദ്ധ ഖുർആനിന്റെ കോപ്പി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങളുടെ കാലത്ത് പല ഭാഗങ്ങളിലായിട്ട് പലതിലുമായിട്ട് കിടക്കുകയാണ്. ഒരാളെടുത്ത് 4 ജുസു, വേറൊരാൾക്ക് 3 ജുസു, വേറൊരാൾക്ക് 2 ജുസു, ഇങ്ങനെ ഖുർആൻ കിടക്കണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാഫിളീങ്ങളൊക്കെ അങ്ങനെ കൊല്ലപ്പെടുകയാണ്, ജിഹാദുകളിൽ മരണപ്പെട്ടു പോവുകയാണ്, നമുക്ക് വലിയ ഭീഷണിയാണ്, ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ഒരുമിച്ച് കൂട്ടണം. ഉമർ റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറാകുന്നു, അത് തുന്നിക്കെട്ടുന്നു. അത് തുന്നിക്കെട്ടുക മാത്രം ചെയ്ത്. ചിലർ പറയാറുണ്ട് മുസ്ഹഫ് പിന്നെ എഴുതിയുണ്ടാക്കിയതാണ്. നല്ല അന്നേ നിലവിലുണ്ട്, റസൂലുള്ളാഹി കാത്തിബീങ്ങളോട് എഴുതി വെപ്പിച്ചിട്ടുണ്ട്. തുന്നിക്കെട്ടൽ നടത്തിയിട്ടില്ല. ഒരാളെടുത്ത് 2 ജുസു, ഒരാളെടുത്ത് 3 ജുസു, ഇങ്ങനെയൊക്കെയാണുള്ളത്. അതൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഒറ്റ ഒന്നായിട്ട് തുന്നിക്കെട്ടിച്ചു ആ മുസ്ഹഫ്. പിന്നെ വിവിധ കോപ്പികൾ എടുത്ത് അത് വിതരണം ചെയ്യുന്നത് ആരാണ്? സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അച്ചടിച്ച മുസ്ഹഫുകൾ, അന്ന് അച്ചടിച്ച മുസ്ഹഫുകൾ ഈ മുസ്ഹഫുമായിട്ട് ഒത്തുനോക്കിയിട്ട് വേണം അത് പുറത്തിറക്കാൻ എന്ന് പറയുകയും ഹഫ്സ ബീവിയുടെ അടുത്തേക്ക് ആളെ വിടുകയും ചെയ്തപ്പോൾ ഹഫ്സ ബീവി പറഞ്ഞു, ആ ഒത്തുനോക്കൽ കഴിഞ്ഞാൽ ഉടൻ അവിടെ കൊണ്ടുവന്ന് തരുന്ന ഉറപ്പുണ്ടെങ്കിൽ കൊണ്ടേക്കോളിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹ കൊടുത്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാമെന്നും പറഞ്ഞു. അങ്ങനെ കൊടുക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഈ ബീവി മദീനയിൽ വെച്ച് വഫാത്താകുന്നു 63-ാമത്തെ വയസ്സിൽ.
63-ാമത്തെ വയസ്സിൽ 20-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കല്യാണം കഴിച്ച് 63-ാമത്തെ വയസ്സില് ബഹുമാനപ്പെട്ട ബീവി വഫാത്താകുന്നു. ബഹുമാനപ്പെട്ട മർവാൻ ഇബ്നുൽ ഹക്കമാണ് അന്ന് മദീനയുടെ അമീർ. അദ്ദേഹമാണ് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചിട്ടുള്ളത്. ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് 5 മുതൽ 11 വരെ അടുത്ത ആഴ്ച പറഞ്ഞു തീർക്കും. നല്ല ആശയങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പലതും പരിചയമില്ലാത്തതല്ല. ഇതുവരെയൊക്കെയുള്ളത് ഏകദേശം ആളുകൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കൃത്യമായി കേട്ടില്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെയൊക്കെ അങ്ങനെ അറിയാം. പറയാത്ത കുറെ ഭാഗങ്ങളുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് പറയാനുള്ളതൊക്കെ പുതുമുള്ളതായിരിക്കും. കാരണം അത് അധികം ആൾക്കും അറിയില്ല, ഇവിടുന്ന് അങ്ങോട്ടുള്ള ബീവിമാരുടെ കഥ. അപ്പൊ അതുകൊണ്ട് അടുത്ത ആഴ്ചയും കൂടെ എല്ലാവരും വരണം. ഇതൊരു നഷ്ടമല്ല. അൽഹംദുലില്ലാ ഇന്ന് നേരത്തെ ഒരു പ്രചരണം നടത്തിയതുകൊണ്ട് മറ്റൊക്കെ പള്ളി നിറയെ ആളുകളിലെ പള്ളിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം പുറത്ത ആളുകൾ. അള്ളാഹുവേ, ഈ സംഗമം നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ അർഹമുർ-റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ ദുനിയാവും ആഖിറവും നൽകണേ അല്ലാഹ്. 2 ലോകത്തും വിജയം നൽകണേ അല്ലാഹ്. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഒട്ടിക്കിടക്കാനും ആ ശരീരത്തിൽ തൊടാനും ഭാഗ്യം കിട്ടിയ ആ ബീവിമാരുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹാജത്തുകൾ വീട്ടണേ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാക്ക എല്ലാവർക്കും അറിയാം. ഈ പള്ളിയുടെ ഓരോ കല്ലുകളും വെക്കുമ്പോ ഒപ്പമുണ്ടായിരുന്ന ആളാ. അദ്ദേഹത്തിന്റെ ആണ്ടും കൂടെയാണ്. അദ്ദേഹം ഉംറക്ക് പുറപ്പെടുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ല റാഹത്തുള്ള യാത്ര നൽകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം ദ്വാരക്കണം എന്നൊറ്റ വാക്കിൽ അദ്ദേഹത്തോട് ഏൽപ്പിച്ചുകൊണ്ട്, പിന്നെ കുഞ്ഞാക്കാന്റെ ആണ്ടും കൂടെയാണ്. ഈ പള്ളിക്ക് വേണ്ടി എപ്പോഴും മുന്നിൽ നിന്നിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ മകൻ സിദ്ദീഖ് ഇന്ന് നല്ല ഒരു ചായയൊക്കെ നിങ്ങൾക്ക് വേണ്ടി സൽക്കാരത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കുഞ്ഞാക്കയുടെ ഖബർ അല്ലാഹു തആല സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ അർഹമുർ-റഹീമായ റബ്ബേ, നീ സന്തോഷം നൽകണേ അല്ലാഹ്. പിന്നെ മുസ്ലിയാരങ്ങാടിയിലെ പള്ളി ഉദ്ഘാടനം എന്നാണ് ഇപ്പോ ബാവേ? അടുത്ത 28-ാം തീയതി. വളരെ കുറഞ്ഞ ആളുകളുള്ളൂ. വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാണ്. ആ കുട്ടികളെ മനക്കരുത്തുകൊണ്ട് മാത്രമാണ് ആ പള്ളി ഉണ്ടായത്. അവിടെ കുറച്ച് ആളുകൾ, ഇവരൊക്കെ എല്ലാവരും പറയാറുണ്ട്, ബാവ പറയാറുണ്ട്, അക്കിമാജി ഇവരൊക്കെ പറയാറുണ്ട്, അവിടുത്തെ കുട്ടികളെ മനക്കരുത്ത് മാത്രമാണ്. എന്നാൽ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ക്ഷീണത്തിൽ. ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പള്ളിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയ സംഗതിയാണ് എന്ന് കൂട്ടത്തിൽ ഉണർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ-റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ഈ ക്ലാസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ലാഹ്. പടച്ചോനെ ഇത് കേൾക്കാൻ വന്നവർ ഒരുപാട് ആളുകൾ ക്ലാസ് റൂമിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തൽസമയത്ത് ക്ലാസ് റൂമിൽ 1-2 ആളുകൾ. ഇവിടെ തന്നെ ഇത്ര തിരക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്തുള്ള ഒരുപാട് ആളുകൾ. ഇന്നലെ ഏത് ക്ലാസ് റൂമിലാണ് ഉണ്ടാവുക, എപ്പോഴാ സമയം എന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു. അപ്പൊ ധാരാളം ആളുകൾ ഉണ്ടാവും. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. അവരുടെ ഒക്കെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് ഏതായാലും മോശം ഇത് നഷ്ടാവൂല. അടുത്തൊരാഴ്ചയും കൂടെ ഈ ചർച്ച നമുക്ക് ഉപകരിക്കും. നിങ്ങളൊക്കെ വരിക. തുടർന്ന് ഖുർആൻ ക്ലാസ്സിന് വരാൻ പറ്റില്ല. ഈ പള്ളി നിറയെ ആളുകൾ ഇന്നും ഉണ്ടാവുന്നതാ. എന്നാലും നിങ്ങളും കൂടെ വന്ന് സന്തോഷമായിട്ട് അൽഹംദുലില്ലാ നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ആലു ഇമ്രാനാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാൻ. എല്ലാ ദിവസവും 1-2 ആയത്തുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു ശൈലിയാണ്. നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിൽ അടുത്ത ആഴ്ച എന്തായാലും വരണം ഇതിന്റെ ബാക്കി കേൾക്കാൻ. അത് പ്രത്യേകം ഉണർത്തുകയാണ്. കാരണം നല്ല പുതുമയുള്ള കുറെ വിഷയങ്ങൾ നമ്മൾ സാധാരണ കേട്ട് പരിചയമില്ലാത്തതായി പറയാനുള്ളത്. പടച്ചോനെ അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളുടെ ഉസ്താദുമാരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങൾക്ക് ഖൈറ് വരുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് സന്തോഷം വരുത്തണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വർഹംനാ വആബാഅനാ വഉമ്മഹാതിനാ വഅസാതിദനാ കമാ റബ്ബൗനാ സഗാറാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു